ശോൻജി, നമ്മൾ ഗുരുപദം അതിൻ്റെ 4ാമത്തെ എപ്പിസോഡ് വരെ നമ്മൾ കഴിഞ്ഞു. ഇതിപ്പം 5ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ആ ഒരു സത്സംഗമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതുവരെ അങ്ങ് ഗുരുദേവൻ്റെ ബാല്യകാലം മുതൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, പ്രധാനപ്പെട്ട അരുവിപ്പുറം പ്രതിഷ്ഠ, ശാരദാ പ്രതിഷ്ഠ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തോടുള്ള കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം വളരെ ഡീറ്റെയിലായിട്ട് അങ്ങ് വിശദീകരിച്ചു. പലർക്കും ഇത്രയും ഡീറ്റെയിലായിട്ട് ഗുരുദേവനെക്കുറിച്ച് അറിയില്ലായിരുന്നിരിക്കാം. നമ്മൾ ഇതുവരെ കണ്ട 4ാം ഭാഗം വരെയുള്ള കമൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കൂടുതൽ ഗുരുദേവനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് അറിയാൻ സാധിച്ചു എന്നാണ് ഓരോരുത്തരും പറയുന്നത്. നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്, കമൻസിൽ പറയുന്നുണ്ട്, അങ്ങയുടെ അവതരണ ശൈലിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം അങ്ങ് ഇത്രയും ഡീറ്റെയിലായിട്ട് സാധകർക്ക് മനസ്സിലാവുന്നത് അങ്ങ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു എന്നതുകൊള്ളത്, ഗുരുദേവനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രം തന്നെയാണ്. അപ്പം ഇനി അങ്ങയ്ക്ക് ഗുരുദേവൻ്റെ പ്രധാനപ്പെട്ട എന്ത് സംഭവമാണ് സാധകരോട് പങ്കുവയ്ക്കാനുള്ളത്? നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാൻ, നരകത്തീനെന്നെ കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. നമസ്കാരം. രാവിലെ അങ്ങിൽ നിന്നും വളരെയധികം പ്രശംസ കേട്ടു. വളരെയധികം നന്ദി. ഈ പ്രശംസയ്ക്ക് എന്നെ അർഹനാക്കിയത് അവധൂത് ഗുരുപ്രസാദ് ജിയും, ഒപ്പം ചോദ്യങ്ങൾ കൊണ്ട് എന്നെ എപ്പോഴും ഉന്മേഷത്തിലെത്തിക്കുന്ന അങ്ങ് ശ്രീ ബാലഗോപാൽ ജിയുമാണ്. ഇന്ന് നമുക്കൊരു യാത്ര പോകാം. താങ്കൾക്ക് ഇഷ്ടമായിരിക്കാം. ശിവഭഗവാനെ ഒന്ന് കണ്ട് വണങ്ങി വരാം. ആ ശിവഭഗവാനെ കാണാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് അങ്ങയോട് വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ സമയമനുസരിച്ച് അങ്ങ് ചോദ്യം ചോദിച്ചു കൊള്ളുക. ഈ സത്സംഗം തുടങ്ങിയത് മുതൽ ചിലയിടത്തെങ്കിലും ഞാൻ അവർണരെ ഉയർത്തിയും സവർണരെ താഴ്ത്തിയും പറഞ്ഞിട്ടുണ്ട്. അത് ആ സാഹചര്യം അനുസരിച്ചാണ്. എനിക്ക് അവർണനോടും സവർണനോടും ഒരേ ഭാവമാണ്. ഞാൻ അവർണനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ സവർണനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഞാൻ മനുഷ്യനാണ്. എന്നാൽ ഈ ചരിത്രം ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ അങ്ങ് ശ്രദ്ധിച്ചിരിക്കും, ആ ചരിത്രം ഞാൻ എപ്പോഴും വസ്തുനിഷ്ഠമായി പറയാൻ ആഗ്രഹിക്കും. അതുപോലെ ഇന്നും ഞാൻ അതിലേക്കുള്ള ഒരു പ്രയത്നത്തിലാണ്. ഈ കാലഘട്ടം, നമ്മുടെ കേരള കാലഘട്ടത്തെക്കുറിച്ച്, ജാതിയെക്കുറിച്ച് ഒന്ന് പറയണമെന്നുണ്ട്. അത് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് തന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ പറയാം. നമുക്കൊരു തോന്നലുണ്ട്, സവർണന്മാർ ഇവിടെ അടക്കി വാണിരുന്നു. അപ്പോൾ സവർണരുടെ എല്ലാ ബന്ധുക്കൾക്കും അവരുടെ മക്കൾക്കും ഇവിടെ സർവാധിപത്യം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. താഴ്ന്ന ജാതിക്കാർക്ക് ആർക്കും സ്വാതന്ത്ര്യമില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ബ്രാഹ്മണ മേധാവിത്വം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ അവരുടെ വീട്ടിലെ സ്ത്രീകളെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല. അവരുടെ ആ കുടുംബത്തിൽ കുറച്ച് അകത്തമ്മമാരുണ്ടായിരുന്നു. ചിലപ്പോൾ അകത്തമ്മ എന്ന പദം ശ്രോതാക്കൾക്ക് പരിചയം കാണില്ല. അതിന് അന്തർജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പരിചയം കാണും. അന്തർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ, ജനം ജനങ്ങൾ, അകത്തുള്ള ജനം. അതുകൊണ്ടാണ് ഞാൻ അതിനെ അകത്തമ്മ എന്ന് മലയാളീകരിച്ചത്. അന്നത്തെ ഒരു സമ്പ്രദായമായിരുന്നു, ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ മൂത്ത വ്യക്തിക്ക് മാത്രമേ വേളി
അഥവാ കല്യാണം കഴിക്കാൻ അർഹതയുള്ളൂ. അന്ന് കല്യാണമൊന്നുമല്ല, അവരുടെ വേളി എന്നാണ് പറയുന്നത്. ബാക്കി അനുജന്മാരാരും കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത ഇതായിരുന്നു, ജനസംഖ്യ ആനുപാതികമായി വർധനവുണ്ടാവില്ല. കാര്യം ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ മാത്രമേ കല്യാണം കഴിച്ചും കൊടുക്കുന്നുള്ളൂ. പകരം ഒരു കുടുംബത്തിൽ, ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ 4 സ്ത്രീകളുണ്ടെങ്കിൽ അതിൽ ഒരു സ്ത്രീയെ മാത്രം കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ബാക്കി 4 പേർക്കും കല്യാണമെന്ന് പറയുന്ന ആ ആ ആ അവസ്ഥ അതുപോലെ നിക്ഷിപ്തമാണ്. എത്ര ഭയാനകം! അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രാഹ്മണൻ കല്യാണം കഴിക്കുന്ന ബ്രാഹ്മണൻ അനുജന്മാർ കാണും. ഈ അനുജന്മാർക്ക് സംബന്ധം കൂടാൻ മാത്രമേ അനുവാദമുള്ളൂ. സംബന്ധം കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഏതെങ്കിലും നായർ സ്ത്രീയുടെ അടുത്തേക്ക് വന്നിട്ട്, അതായത് നായർ കുടുംബത്തിൽ വന്നിട്ട് അവിടുത്തെ സ്ത്രീയുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ആ ബന്ധം രാത്രി മാത്രമുള്ള ബന്ധമാണ്. അതിൽ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഈ ബ്രാഹ്മണനെ അച്ഛാന്ന് വിളിക്കാനുള്ള അവകാശമില്ല. സംരക്ഷണം കൊടുക്കില്ല. അച്ഛനെന്ന രീതിയിൽ സംരക്ഷണം കൊടുക്കില്ല. പകരം മാമൻ, ആ സ്ത്രീയുടെ സഹോദരൻ സംരക്ഷിച്ചു കൊള്ളണം. ഇങ്ങനെയാണ് കേരളത്തിൽ മരുമക്കത്തായം എന്ന സമ്പ്രദായം വരുന്നത്. ഈ അവസ്ഥയിൽ മാത്രമാണ് മരുമക്കത്തായം മോശം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. മറ്റ് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മരുമക്കത്തായം നല്ലൊരു സമ്പ്രദായമാണ്. പക്ഷെ അത് ഉണ്ടാകാനുള്ള സാഹചര്യം ഇതാണ്. ഇങ്ങനെ ഇവിടെ മരുമക്കത്തായം ഉണ്ടായി. ഇനി ബാക്കിയുള്ള സ്ത്രീകളുടെ കാര്യം കൂടെ നമുക്ക് നോക്കാം. ഈ ബാക്കി 4, ഞാൻ നേരത്തെ 5 പേരുടെ കാര്യം പറഞ്ഞു, അതൊരു കുടുംബത്തിലെ കാര്യമാണ്. ഈ ബാക്കി 4 പേരുണ്ടല്ലോ, ഇവരിൽ കൂടി എന്തെങ്കിലും ഒരു ചെറിയ ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് അവരുടെ ചാരിത്രശുദ്ധിയിൽ ആരെങ്കിലും ഒരു ആരോപണം പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇവർ ഉണ്ടാക്കിയേക്കും. അങ്ങനത്തെ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇവരെ സ്മാർത്ത വിചാരത്തിന് വിധേയമാക്കും. സ്മാർത്ത വിചാരത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ ഇവരെ ആ വീട്ടിൽ താമസിപ്പിക്കില്ല. ആ ബ്രാഹ്മണ കുടുംബമായിട്ട് പിന്നെ ബാക്കിയുള്ള കുടുംബത്തിന് ഏതൊരു ബന്ധവുമില്ല. ഈ സ്ത്രീയെ അവരുടെ ഒരു ഓലക്കുടയുണ്ട്, ആ ഓലക്കുടയും കൊടുത്ത്, ഈ ഓലക്കുടയെന്ന് വെച്ചാൽ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഒരു പ്രതീകമാണെന്ന് എനിക്ക് തോന്നുന്നു, നേരെ മറ്റൊരു വീട്ടിലേക്ക് ഒരു നായർ സ്ത്രീയോടൊപ്പം കടത്തിവിടും. ആ നായർ സ്ത്രീയെ വൃഷളി എന്ന് പറയും. വൃഷളി എന്ന് പറയും. ഈ നായർ സ്ത്രീയെ അവിടെ ഇവരുമായിട്ട് കൊണ്ടുപോയിട്ട് സ്മാർത്ത വിചാരം നടത്താൻ വേണ്ടി മതമീമാംസകൾ പഠിച്ച സ്മാർത്തൻ, ആ വിചാരം നടത്തുന്ന വ്യക്തിയുടെ പേരാണ് സ്മാർത്തൻ, അവൻ വരും. അവൻ വന്ന് ഇവളുടെ ചാരിത്രശുദ്ധിയെ ചോദ്യം ചെയ്യും. ഇനി ഇങ്ങനൊരു സംഭവം അവളുടെ ചാരിത്രത്തിന് അശുദ്ധി വന്നില്ലെന്ന് തന്നെ ഇരുന്നോട്ടെ, വരുത്തും. അതിന് സ്വന്തം കുടുംബക്കാരും കൂട്ടുനിൽക്കും. മൃഗീയമായി മർദ്ദിക്കുക, സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി മൃഗീയമായി മർദ്ദിക്കുക, ഉറങ്ങിക്കിടക്കുന്ന മുറിയിലേക്ക് വിളിച്ചുണർത്തിയിട്ട് വിഷപ്പാമ്പിനെ കടത്തിവിടുക. എന്നുവെച്ചാൽ അത് കൊത്തും. അപ്പോൾ ആ പേടി കൊണ്ട് എങ്ങനെയും പറയിപ്പിച്ച് കഴിഞ്ഞാലോ അവിടെ നിന്ന് ഇവരെ പുറത്താക്കും. പുറത്താക്കുന്നതിന് മുമ്പ് ഒരു നായർ യുവാവ് ഓടിപ്പോയി ആ ഓലക്കുട പിടിച്ചു വാങ്ങണം. പിടിച്ചു വാങ്ങി എടുത്തിട്ട് മൃഗീയമായിട്ടാണ് ഈ യുവാവ്, അവനാജ്ഞയുണ്ട്, ബ്രാഹ്മണൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നു, ഇവളെ പിടിച്ച് തള്ളി പുറത്താക്കി ആ കുടുംബത്തിൽ ഇവളെ പടിയടച്ച് പിണ്ടം വെച്ച് വലിയൊരു സദ്യ നടത്തും. അപ്പോൾ അക്കാലത്ത് സവർണർ സവർണ സ്ത്രീകൾ എന്തെല്ലാം അനുഭവിച്ചിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ സവർണ അവർണൻ എന്ന് പറയുന്നതിനേക്കാൾ ഒരു വിഭാഗം പുരുഷന്മാർ ഇവിടെ ഭരണം കൈയാളിയിരുന്നു എന്ന് പറയുന്നതാണ് ശരി. നമുക്കിപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് വന്നാൽ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുൻപന്തിയിൽ നിന്നവരെല്ലാം തന്നെ സവർണന്മാരായിരുന്നു. അവർണരുടെ എണ്ണം വളരെ കുറവായിരുന്നു, അങ്ങനെ നമ്മൾ ജാതീയമായിട്ട് ചിന്തിക്കാമെങ്കിൽ. ഇനി ഞാനിവിടെ ഒരു പ്രാർത്ഥനാ ഗാനം പാടി. ഒരു കാലത്ത് ഹൈന്ദവ ഭവനങ്ങളിൽ ഒരു വാങ്മൊഴി എന്ന രീതിയിലാണ് ഈ സങ്കീർത്തനം, ഈ പ്രാർത്ഥനാ ഗാനം പ്രചരിച്ചിരുന്നത്. ഈ ഗാനം ആരാണ് എഴുതിയത് അറിയില്ല, അതിന് ഒരു വ്യക്തത കാണുന്നില്ല. ഒരു പക്ഷേ മറ്റൊരു ഗാനം ഞാൻ പിന്നീട് പറയും, ആ ഗാനത്തിൻ്റെ രചയിതാവ്, അവിടെ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ പറയാം, ആ ഗാനത്തിൻ്റെ രചയിതാവാകാം ഇതെഴുതിയത് എന്നും നമുക്ക് ഊഹിക്കാം. എന്തായാലും ആ ഗാനത്തിൽ തന്നെ
അന്ന് അനുഭവിക്കുന്ന കഷ്ടതയുണ്ട്. വലിയ ദുഃഖമാണല്ലോ പറയുന്നത്. ഞാൻ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, ഞാനിപ്പോൾ നരകവാരിധിയിലാണ്, നരകമാകുന്ന സമുദ്രത്തിൽ കിടന്ന് പെട്ടുഴലുകയാണ്. ഇങ്ങനെയുള്ള ഈ നരകത്തിന് എന്നെ കരകയറ്റണം. ആരാണ് കേട്ടേണ്ടത്? തിരുവൈക്കം. അപ്പോൾ വൈക്കത്തൊരപ്പനുണ്ട്, അദ്ദേഹത്തെയാണ്. ഈ വൈക്കത്തപ്പന് എന്തൊക്കെ പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് നോക്കാം. വൈക്കം ക്ഷേത്രം അതിമനോഹരമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. കോട്ടയം നഗരം. കേരളത്തിൽ തന്നെ ആദ്യം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നഗരമാണ് കോട്ടയം. ആ കോട്ടയത്തിന് അതിൻ്റെ മുൻകാലം ഇങ്ങനെയാണെന്ന് കേൾക്കുമ്പോൾ അത് നമ്മളിൽ ഞെട്ടൽ ഉണ്ടാക്കിയേക്കാം. വേമ്പനാട്ട് കായലിന് തെക്കുള്ള ഇടനാട്, കിഴക്കുള്ള മലയോരം, ഇത് രണ്ടും ചേർന്നിട്ട് ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് കോട്ടയ്ക്കകം എന്നായിരുന്നു. വേമ്പനാട്ട് കായലിൻ്റെ തെക്ക് ഭാഗമുണ്ട്, കിഴക്ക് ഭാഗമുണ്ട്. അത് രണ്ടും കൂടെ ചേർന്നിട്ട് കോട്ടയ്ക്കകം എന്നൊരു സ്ഥലം. ആ കോട്ടയ്ക്കകം പറഞ്ഞ് കോട്ടയമായി. ഇവിടെ തിരുവനന്തപുരത്ത് നമുക്കൊരു കോട്ടയ്ക്കകം ഉണ്ട് അല്ലേ? ഇത് അതേപോലത്തെ ഒരു കോട്ടയായിരുന്നു. ആ കോട്ടയെക്കുറിച്ച് പറയുന്നുണ്ട്. കോട്ടയ്ക്കകമായി. ഇതിൻ്റെ ആദ്യം ഈ കോട്ടയ്ക്കകം എന്നാകുന്നതിന് മുമ്പ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് വെമ്പലനാട് എന്നായിരുന്നു. വെമ്പലനാട്. വെമ്പലനാടിന് രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു, തെക്കും കൂറെന്നും വടക്കും കൂറെന്നും. അതായത് തെക്കൻ ഭാഗം, വടക്കും ഭാഗം, തെക്കും കൂറ്, വടക്കും കൂറ്. ഇതിൽ അതായത് തെക്കും കൂറെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അവർ തെക്കോട്ടുള്ളവരോട് ഒരു കൂറ് പുലർത്തിയിരുന്നു. വടക്കും കൂറെന്ന് പറയുമ്പോൾ വടക്കോട്ടുള്ളവരോട് ഒരു കൂറ് പുലർത്തിയിരുന്നു എന്ന അർത്ഥത്തിലാണ്. ഈ തെക്കും കൂറിൻ്റെ തലസ്ഥാനവും കോട്ടയ്ക്കകമാണ്. ആ കോട്ടയ്ക്കകത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് ചുറ്റും കോട്ട കെട്ടിയിരുന്നു. ആ കോട്ടയ്ക്കുള്ളിലുള്ള, അന്ന് പണ്ട് അങ്ങനെയാണല്ലോ, ഇപ്പോൾ കിഴക്കേ കോട്ട, അതിൻ്റെയൊക്കെ ചരിത്രം പോലെ തന്നെയാണ്. വേമ്പനാട്ട് കായലിൻ്റെ കരയിൽ ആണെന്ന് പറഞ്ഞല്ലോ. വേമ്പനാട്ട് കായൽ ഇവിടെ മറ്റൊരു പേരിൽ അറിയപ്പെടും, വൈക്കം കായൽ. എൻ്റെ മറ്റൊരു പേരാണ് വൈക്കം. ആ ഭാഗത്ത് വേമ്പനാട്ട് കായൽ തന്നെയാണ്, പക്ഷേ ആ ഭാഗത്ത് വരുമ്പോൾ അതിൻ്റെ ആ ഭാഗത്തെ വൈക്കം കായൽ എന്ന് പറയും. കാര്യം നെയ്യാർ ഇങ്ങനെ വരുമ്പോൾ അരീപ്പുറം എന്ന് പറയുന്നത് പോലെ വൈക്കം കായൽ എന്ന് പറയും. മീനച്ചൽ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, കോട്ടയം, വൈക്കം താലൂക്കുകളുണ്ട്. ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം, അതിനാണ് ഞാൻ താലൂക്കുകൾ പറഞ്ഞത്. ആ ഭാഗം ഇനിയും നമുക്ക് ചങ്ങനാശ്ശേരിക്ക് നമ്മുടെ ഇന്ന് പറയുന്ന ഭാഗത്ത് വളരെ പ്രാധാന്യമുണ്ട്. വൈക്കം എന്നീ ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഏതാണ്ട് ഇതാണ്. ഇതിനെ ദക്ഷിണ കാശി അല്ലെങ്കിൽ തെക്കൻ കാശി എന്നറിയപ്പെടും. വൈക്കം മഹാദേവ ക്ഷേത്രത്തെ ദക്ഷിണ കാശി അഥവാ തെക്കൻ കാശി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പരശുരാമൻ 108 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതായിട്ട് പറയുന്നു. 108 മഹാശിവക്ഷേത്രങ്ങൾ. ചിലർ പറയുന്നു പരശുരാമൻ 108 ശാസ്താക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു എന്ന് പറയുന്നു. പല അഭിപ്രായങ്ങളുണ്ട് പരശുരാമനുമായിട്ട് ബന്ധപ്പെട്ട്. ആ അഭിപ്രായങ്ങൾ എന്തായാലും അവിടെ നിൽക്കട്ടെ. പരശുരാമൻ 108 മഹാശിവക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. അതിൽ ഒരു ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ മംഗളദീപത്തിന്, അതായത് ഹിന്ദു ഭക്തരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശിവലിംഗം, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇവിടുത്തെ മംഗളദീപത്തിന് 6 അടി പൊക്കമുണ്ട്. 6 അടിയോളം പൊക്കമുണ്ട്. ഇത് കൃഷ്ണശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാർ ബോട്ട് മാർഗം മാസത്തിൽ ഒരു ദിവസമെങ്കിലും വൈക്കം മഹാദേവ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. ഇവിടുത്തെ പ്രതിഷ്ഠ കിഴക്ക് ദർശനമാണ്. ക്ഷേത്രത്തിന് ഏതാണ്ട് 1.5 നാഴിക എന്ന് പറയുമ്പോൾ 36, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 36 മിനിറ്റ് നടക്കാവുന്ന ദൂരത്ത് വടക്കായിട്ട് ഉദയനാപുരം എന്നൊരു സ്ഥലമുണ്ട്. ഈ ഉദയനാപുരത്ത് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ആ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവവും ഇവിടുത്തെ ഉത്സവവുമായി ഒരു ബന്ധമുണ്ട്. ആ ബന്ധം നമുക്ക് പിന്നീടൊരിക്കൽ പറയാം. വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമെന്ന് പറയുന്നത് വൈക്കത്തഷ്ടമിയാണ്.
വളരെ പേരുകേട്ട ഒരു ആഘോഷമാണ്. ഒരു സിനിമാ പാട്ടൊക്കെ ഉണ്ട്, വൈക്കത്തഷ്ടമി നാളിൽ എന്ന് തുടങ്ങുന്ന. 8 ഏക്കർ വിസ്തൃതിയിൽ ക്ഷേത്ര മതിലുണ്ട്, 4 ഗോപുരങ്ങളുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആകെ സ്വത്ത് 8 ഏക്കറാണ്, 4 ഗോപുരങ്ങളുണ്ട്. മഹാദേവ പ്രീതിക്കായിട്ട് ഇപ്പോഴും ഇവിടെ നടന്നു വരുന്ന ഒരു ആചാരമാണ് പ്രാതൽ. പ്രാതൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും അത് പ്രഭാത ഭക്ഷണത്തെയാണ് നമ്മൾ പ്രാതൽ എന്ന് പറയുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് കൊടുക്കുന്ന സദ്യയാണ് ഇവിടെ പ്രാതലെന്ന് പറയുന്നത്. ആ പ്രാതലിന് വേണ്ടി ഒരു ഊട്ടുപുര ഉണ്ടായിരുന്നു. 1200 അടി നീളം. ഒന്ന് ചിന്തിക്കണം, 1200 അടി നീളം, 2 നില ആയിട്ടുള്ള ഒരു മാളികയാണ് ഈ പ്രാതലിന് വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് ഒരേ സമയത്ത് 2 നിലയിലും പ്രവർത്തിച്ചിരുന്നു. അതും കൂടെ ശ്രദ്ധേയമാണ്, ഒരേ സമയത്ത്. അപ്പോൾ എന്തുമാത്രം ആൾക്കാർ. പക്ഷേ ഒരു കാര്യം, ഈ കഴിക്കുന്നവരെല്ലാം സമൂഹത്തിൽ അന്ന് ഉയർന്നവർ 1936 വരെയും ഇതിനകത്ത് കയറാൻ, ഭക്ഷണം കഴിക്കാൻ സമൂഹത്തിലെ ഉന്നതന്മാർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ഉന്നതനെന്ന് ഉദ്ദേശിച്ചത് സവർണന്മാർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ഇവിടെയുണ്ട്. ഉന്നതന്മാർക്ക് ഭക്ഷണം കഴിക്കാം, പാവപ്പെട്ടവർക്ക് കഴിക്കണമെങ്കിൽ അവർക്കും കിട്ടും. പക്ഷെ അത് എനിക്ക് പറയാൻ തന്നെ നാണക്കേട് തോന്നുന്നു. അതിനെ പറയുന്നത് എച്ചിലൂണെന്നാണ്. എച്ചിലൂണ് വിലയ്ക്കാണ് കൊടുക്കുന്നത്, 1 കാശ്. ബ്രാഹ്മണന്മാർ കഴിച്ച ഇലയിലുള്ള ബാക്കി ആഹാരം 1 കാശിനടുത്ത് വിൽക്കും. അത് വാങ്ങാൻ ആളുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷേ ഇന്നും ഇതിന് സമാനമായ ചില ആചാരങ്ങൾ കേരളത്തിലെ ക്ഷേത്രത്തിലുണ്ട് എന്ന് പറയുമ്പോൾ, ഉണ്ടെന്ന് പറയുമ്പോഴല്ല, ഉണ്ട്. ക്ഷേത്രങ്ങൾ വരെ ഞാൻ പേര് പറയാം. ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ ഭരണാധികാരികളും അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തുന്നില്ല. കാൽച്ചൂട്ട് കഴുകൽ എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട്. ഇതിന് സമീപത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രത്തിൽ, ഇവിടെ നിന്നും 1 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മഹാദേവിയുടെ പേരിലുള്ള ക്ഷേത്രത്തിൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെ ആചാരങ്ങൾ ഇപ്പോഴും നടക്കുന്നു. ബ്രാഹ്മണ മേധാവിത്വം ഇന്നും അംഗീകരിച്ചു കൊടുത്ത് ഈ രാഷ്ട്രീയക്കാർ വരെ അവിടെ വന്നിട്ട് ഈ ആചാരത്തിൽ പങ്കുകൊള്ളുന്നു. അതും ഈ എച്ചിലൂണും തമ്മിൽ ഏതാണ്ട് ഒന്നതുപോലെയൊക്കെ തന്നെയാണ്. നിൽക്കട്ടെ, ഇന്നും ആചാരമുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ ഒരു ഞെട്ടൽ തോന്നുന്നില്ലേ? നമ്മൾ പറയുന്നുണ്ട് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന്. ആ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ള ആഘോഷം ഇന്നും, പ്രാചീന ആഘോഷങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അങ്ങനെ ഈ എച്ചിലൂണ് 1 കാശിന് വിറ്റിരുന്നു. അത് വാങ്ങി ആൾക്കാർ കഴിച്ചിരുന്നു. അതിനേക്കാൾ വിറ്റവൻ്റെ ആ സംസ്കാരം, നമ്മൾ സ്വന്തം എച്ചിൽ വിൽക്കുന്നവൻ്റെ സംസ്കാരം നമ്മൾ ഓർക്കണം. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഊഴിയം വേല. നമ്മൾ ഈ കൊളോക്കിയിലൊക്കെ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. വഴക്കൊക്കെ കുടുംബം പറയും, ഞാൻ നിൻ്റെ ഊഴിയം വേല ചെയ്യാനാണോ വരുന്നത്. ഈ ഊഴിയം വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പൈസയും ഇല്ലാതെ മേധാവിയുടെ ആജ്ഞാനുവർത്തം ചെയ്യുന്ന ഒരു ജോലിയാണ് ഊഴിയം വേല. ഈ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമതിലും അതിന് ചുറ്റുമുള്ള പടിഞ്ഞാറും കിഴക്കും വടക്കും തെക്കും വഴികളും നിർമ്മിച്ചത് ഊഴിയം വേലക്കാരാണ്. ഈ ബ്രാഹ്മണ മേധാവിത്വം ഈ ഊഴിയം വേലക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് വരെ ഒരു തുടക്കവുമില്ല. ജോലി ചെയ്യിച്ച് കഴിഞ്ഞിട്ടാണ് അവർക്കതിലെ നടന്നുകൂടാത്തത്. ആദ്യം നടന്നതാരാ? ആ വഴി ആദ്യം നടന്നതാരാ? ഈ അവർണനാണ്. അവർണൻ ആദ്യം നടന്നു, വഴി വെട്ടി അവൻ ആദ്യം നടന്നു. പക്ഷെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തീണ്ടൽ പലക വയ്ക്കുന്നു. അതെന്താണെന്ന് പിന്നീട് പറയാം. അപ്പോൾ റോഡ് നിർമ്മാണം ഏതാണ്ട് മനസ്സിലായല്ലോ. ഊഴിയം വേലയിലൂടെ റോഡ് നിർമ്മാണം നടന്നു. ഇപ്പോൾ നമ്മൾ വൈക്കത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദളവാക്കുളമാണ്. ദളവാക്കുളം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു
ഈ തിരുവിതാംകൂർ രാജാക്കന്മാർ പലരും കുളം നിർമ്മാണത്തിന് ഭയങ്കര പേര് കേട്ടതാണ്. സ്ത്രീകളോടുള്ള അവരുടെ പെരുമാറ്റം അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ പഴയ കാലത്ത് രാജാവിൻ്റെ മന്ത്രിക്ക് നൽകി വന്ന ഒരു പേരാണ്, ഒരു ബിരുദമാണ് ദളവ എന്ന് പറയുന്നത്. മന്ത്രി എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം എടുക്കാം, ഒരു ബിരുദമാണ്. ഈ കുളം നിർമ്മിച്ചത് രാമയ്യൻ ദളവയാണ്. ഈ കുളം നിർമ്മിച്ചത് രാമയ്യൻ ദളവയാണ്. 2 ദളവമാരാണ് കേരളത്തിൽ പ്രസിദ്ധരായിട്ട് വരുന്നത്. ഒന്ന് രാമയ്യൻ ദളവയും പിന്നെ വേലുത്തമ്പി ദളവയും. ഈ രാമയ്യൻ ദളവ കുളം നിർമ്മിച്ചു. അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞു നമ്മുടെ വേലുത്തമ്പി ദളവ ഭരണമേറ്റെടുത്തു. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൻ്റെ ഏറിയ ഭാഗത്തും അദ്ദേഹം നല്ലൊരു ദളവയായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാ ചരിത്രകാരന് തോന്നിയതായിക്കൂടാ എന്നും ഇല്ല. ആയതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഒരാൾ നല്ലതോ ചീത്തയോ എന്നറിയാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ അയാളുടെ ഭരണത്തിന് കീഴിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ചരിത്രം 2 രീതിയിലാണ് പരിശോധിക്കുക. ഒന്ന്, ആ കാലഘട്ടത്തെക്കുറിച്ച് ആരെങ്കിലും എഴുതിയത് ഒരു ചരിത്രം, അതിൽ കുറച്ചൊക്കെ സ്വാർത്ഥ താല്പര്യം ഉണ്ടാകാം. 2, ആ കാലഘട്ടത്തിലെ സാഹിത്യകൃതികൾ വായിക്കുക. ആ കാലഘട്ടത്തിലെ സാഹിത്യകൃതികൾ വായിക്കുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആചാരങ്ങളും അനാചാരങ്ങളും അനിഷ്ട സംഭവങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അങ്ങനെ 2 തരത്തിൽ നമുക്ക് ചരിത്രത്തിലെത്തി. പിന്നെ വസ്തുനിഷ്ഠമായി നമ്മൾ വായ്മൊഴികളിലൂടെ കേട്ടതും അതെല്ലാം ഇപ്പോഴും കിട്ടണമെന്നില്ല. പല കോട്ടകൾ സന്ദർശിച്ചും മഹാരാജാക്കന്മാരുടെ ഭരണത്തെക്കുറിച്ചൊക്കെ നോക്കിയും ഒരു പരിധിവരെ കിട്ടും. ഇതിൽ സാഹിത്യകൃതികളിലൂടെ കിട്ടുന്ന ചരിത്രമെന്ന് പറയുന്നത് ഏറെക്കുറെ സത്യമായിരിക്കും. അതിൽ 90% അതിനൊരു ഭാഗത്തോട്ടൊരു ചായം ഉണ്ടാവില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ വേലുത്തമ്പി ദളവയുടെ കാലത്ത് ഈ വൈക്കം ക്ഷേത്രത്തിലേക്ക് കുറച്ച് ഈഴവ യുവാക്കൾ കയറാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഒരു തിരുവാതിര ദിവസമാണ്. തിരുവാതിര ഉത്സവം നടക്കുന്ന ഒരു ദിവസമാണ്. ചിലരത് പ്രദോഷത്തിനാണ്, ശിവൻ്റെ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട പ്രദോഷ വ്രതത്തിനാണെന്നും പറയുന്നുണ്ട്. ചിലപ്പം തിരുവാതിരയും പ്രദോഷവും കൂടെ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കാം. അതെന്തോ ആയിക്കൊള്ളട്ടെ. ഒരു 200 യുവാക്കൾ, മുണ്ടും യുവാക്കളാണെന്ന്, ഇങ്ങനെ ഒരു ഉത്തരിയൊക്കെ ഇട്ട് കുളിച്ച് റെഡിയായി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു ജാഥയായിട്ട് പാട്ടുപാടി ശിവ ഭഗവാന്റെ പാട്ടുകൾ പാടി പോവുകയാണ്. ആരോ വേലുത്തമ്പി ദളവയെ അറിയിച്ചു. നിമിഷ നേരം കൊണ്ട് അവിടെ സമീപത്തുള്ള കുതിര പോലീസ് അഥവാ കുതിരപ്പട്ടാളം അവരെ വളഞ്ഞു. തിരിച്ചു പോകാൻ പറഞ്ഞു. അവരതൊന്നും കേട്ടില്ല. അവർക്കൊരു ബലപ്രയോഗം നടത്തുന്നില്ല. അവർ ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. നിർദാക്ഷിണ്യം ഈ 200 യുവാക്കളെയും വെട്ടി അരിഞ്ഞു. ഒരു ചുറ്റും കുതിരപ്പട്ടാളം വെട്ടിയരിഞ്ഞു. കുറേ വീണു. അവർ മുന്നോട്ട് തന്നെ പോയി. കാരണം അവർക്ക് ഇത് ഇവിടെ വരുമ്പോൾ തന്നെ അറിയുമായിരുന്നു തങ്ങൾ മരണത്തിലേക്കാണ് പോകുന്നത്. വീരന്മാരങ്ങനെയാണ്. മരണം മുന്നിൽ കണ്ടാലും മുന്നോട്ട് തന്നെ പോകും. ഈ വീരന്മാർ വീണ്ടും മുന്നോട്ട് പോയി. ആരിൽ നിന്നും ആർത്തനാദം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വെട്ടിൻ്റെ ഊക്കും മൃഗീയമായി വെട്ടുകയും കഴുത്തല്ല കയ്യും കാലും വെട്ടിയിട്ട് കഴുത്ത് വെട്ടിയ സംഭവം വരെ, എന്ന് വെച്ചാൽ വേദന അനുഭവിച്ചേ മരിക്കാവും. അവൻ്റെ വായിൽ നിന്നും വിളി പുറത്തേക്ക്, ആർത്തനാദം പുറത്തേക്ക് വരാത്തത് കൊണ്ട് ചെയ്ത ക്രൂരതയാണ്. 200 എണ്ണത്തിനെയും കശാപ്പ് ചെയ്തു. എല്ലാം മാരി ഈ കുളത്തിലേക്കിട്ട് കുളം മൂടി. അപ്പോൾ രാമയ്യൻ ദളവ കുഴിച്ച കുളം വേലുത്തമ്പി ദളവ മൂടി. അതിൻ്റെ പുറത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, വൈക്കം ബസ് സ്റ്റാൻഡ്.
പഴമക്കാർ പറയാറുണ്ട്, ആദ്യം ബസ്സൊക്കെ അവിടെ നിന്നപ്പോൾ പഴമക്കാർ പറയാറുണ്ട്, രാത്രി അവിടെ നിന്നും ആർത്തനാദം വരുമത്രേ, അയ്യോ എൻ്റെ കയ്യേ, എൻ്റെ കാലേ, എൻ്റെ തലയില്ലേ എന്നുള്ള ആർത്തനാദം അവിടെ നിന്നും കേട്ടിട്ടുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. അതിലെത്ര സത്യമുണ്ട് അസത്യമുണ്ട് എന്നൊന്നും നമ്മൾ നോക്കണ്ട. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് അവിടെ വന്ന ആളുകൾക്ക് രാത്രികാലങ്ങളിൽ തോന്നിയതാകാം. ഇത് തന്നെ 1975 നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ദളവ കുളത്തിനെക്കുറിച്ച്, ഈ സംഭവത്തെക്കുറിച്ചും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി 1798 1810 കാലഘട്ടം, ഈ കാലഘട്ടം കൂടെ പറയാം. 1798 798 810 ഈ കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് ഈ കുളമുള്ളത്. ഇപ്പോഴും ബസ് സ്റ്റാൻഡ് കിഴക്കേ നടയിലാണ്. ദളിത് ബന്ധു NK ജോസ്, മേരി എലിസബത്ത് എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരി മുതലായവരും ഈ സംഭവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇത്ര എഴുത്തുകാർ ഇതിനെക്കുറിച്ച് വ്യക്തവും സ്പഷ്ടവുമായി എഴുതിയിട്ടുണ്ട്. വിദേശത്തുള്ള പല പുസ്തകങ്ങളിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നമുക്ക് ലഭ്യമാണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ ഒരു സംഭവം ഇങ്ങനെ നടക്കുകയെന്ന് പറയുമ്പോൾ ഭരണകർത്താവിൻ്റെ നെറികേടല്ലേ ഇങ്ങനൊരു സംഭവം. അതാണ് ഞാൻ പറയുന്നത്, ഈ തിരുവിതാംകൂർ രാജാക്കൻ ഞാനിവിടെ ഭരിക്കുന്നു, അപ്പോൾ എൻ്റെ രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവം അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ അറിയാതെ ഞാൻ ഭരിച്ചിട്ട് ഞാൻ രാജാവെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു പക്ഷേ മന്ത്രിയുടെ സ്ഥാനത്തുള്ള ദളവ അതിന് തയ്യാറായെങ്കിൽ അയാളെ ആ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടതല്ലേ? ഇതേപോലത്തെ ദുഷ്പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടാകാം മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ കയറി ആത്മഹത്യ ഈ വേലുത്തമ്പിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നത്. എന്നുവെച്ചാൽ ഇതേപോലത്തുള്ള പ്രവൃത്തികൾ ചെയ്ത് അയാൾക്ക് അയാളുടെ മാനസിക നില തന്നെ തെറ്റി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നമ്മളേതെങ്കിലും ദുഷ്പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ആ പ്രവൃത്തികൾ പിന്തുടരും. ആ പ്രവൃത്തികൾ പിന്തുടരുമ്പോൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥ വരും എന്ന് ഇയാൾ അതുകൊണ്ടായിരിക്കും ആത്മഹത്യ. അല്ലാതെ ബ്രിട്ടീഷുകാർ ഓട്ടിച്ചുകൊണ്ടാണെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. 1936 ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തി. അത് നല്ല കാര്യം തന്നെയാണ്. എങ്ങനെയാണ് അത് നടത്തിയെന്ന് കൂടെ നോക്കാം. 34 ഒരു ടെമ്പിൾ എൻട്രി എൻക്വയറി കമ്മിറ്റി റിപ്പോർട്ട്, ഒരു ടെമ്പിൾ എൻട്രി എൻക്വയറി കമ്മിറ്റി, ക്ഷേത്രപ്രവേശനത്തിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ അവർ ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ആ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു: പാരമ്പര്യ വിധിയനുസരിച്ച് ശ്രീകോവിൽ തിടപ്പള്ളി ക്ഷേത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒഴിച്ച്, അതായത് കീഴ്നടപ്പ് അനുസരിച്ച് ആ ഭാഗങ്ങളെ മാറ്റി നിർത്തി ബാക്കിയുള്ള ഭാഗത്തേക്ക്, അതായത് റോഡിലൂടെ, ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള റോഡിലൂടെ എന്ത് ചെയ്യാം? ഈ യാത്ര അനുവദിക്കാം. ക്ഷേത്രത്തിനകത്ത് പ്രവേശനം ഇല്ല. അപ്പോൾ ഭരണകർത്താവ് അത് അതേപോലെ അംഗീകരിച്ചോ ഇല്ലയോ? കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിൻ്റെ ഇടയിലൊരു ഉപജാപ സംഘമുണ്ട്. ആ സംഘത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്നാൽ ഈ 34 ഇങ്ങനെ കൊടുത്ത എൻക്വയറി കമ്മിറ്റിയെ അപ്പാടെ തള്ളിക്കൊണ്ട് തന്നെ ചിത്ര തിരുനാൾ 36 ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തി. ഇപ്പം നമ്മൾ ഒന്ന് ഓർക്കുക, ക്ഷേത്രപ്രവേശന വിളംബരമെന്ന് പറയുമ്പോൾ ഇന്നും നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശമുണ്ടോ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, കേരളത്തിൽ ഇന്നും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം ഇല്ല. ഏത് ക്ഷേത്രത്തിൽ നമുക്ക് പ്രവേശിക്കാനുള്ള അവകാശം ഉണ്ട്? ഒരിടത്തും ഇല്ല. ഇതാ ഇവിടെ ദേവി ഇവിടെ ഇരിക്കുന്നു,
ദേവിയുടെ അടുത്ത് വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, എന്തും ചെയ്യാം. എങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ദേവീക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ആ വിഗ്രഹത്തിലൊന്ന് തൊടാൻ പറ്റുമെന്ന് നോക്കാം, അതിനുള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതെന്ന് വെച്ചാൽ നടയിൽ പ്രവേശിക്കുക എന്നല്ലല്ലോ അർത്ഥം. ദേവി ഒരു വിഭാഗം ആൾക്കാരുടെ മാത്രം സ്വന്തമല്ലല്ലോ, ഒരാളിന് മാത്രമേ ആ വിഗ്രഹത്തിൽ തൊടാവൂ. ഇപ്പോഴും എന്തിന് എല്ലാ ക്ഷേത്രങ്ങളിലും പോയാൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പുറത്തെ ക്ഷേത്രത്തിൽ പോയാൽ എഴുതി വെച്ചിട്ടുണ്ട്, നന്ദിയെ തൊട്ട് അശുദ്ധമാക്കരുത്. വലിയൊരു കാര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നന്ദിയെ തൊട്ട് അശുദ്ധമാക്കരുത്. മനുഷ്യൻ തൊട്ടാൽ നന്ദി അശുദ്ധമാകും അത്രേ. എങ്ങനെ? അപ്പം ക്ഷേത്രപ്രവേശന വിളംബരം നടന്നിട്ടും ഇന്നും ഹിന്ദു ജനതയ്ക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇനി ശ്രീ മൂലം തിരുനാളിൻ്റെ നിര്യാണത്തെ തുടർന്ന് 1924 സെപ്റ്റംബറിൽ 12 വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ സോതി തിരുനാൾ രാജാവായി അവരോധിക്കപ്പെട്ടത്. 18 വയസ്സ് തികയുന്നത് വരെ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരിയും മൂത്ത റാണിയുമായ പത്മനാഭ സേവിത വഞ്ചിധർമ്മ വർദ്ധിനി രാജരാജേശ്വരി റാണി സേതു ലക്ഷ്മിബായി റീജൻ്റ്, അതായത് രാജപ്രതിനിധിയായി ഭരണം നടത്തിയിരുന്നു. റീജൻ്റ് ഭരണമാണ്, രാജാവിൻ്റെ പ്രതിനിധിയായിട്ട് അവരാണ് ഭരണം നടത്തിയിരുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചിത്ര തിരുനാൾ. ചിത്ര തിരുനാളിന് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തി. അത് എന്തുകൊണ്ടാണ് ഈ വിളംബരം നടത്താനുള്ള സാഹചര്യം, അതുകൂടെ ഒന്ന് പറയാം. ചില കാര്യങ്ങൾ ഭരണകർത്താവ് നേരിൽ കാണും. നേരിൽ കാണുമ്പോൾ അവർക്കതിനെ എതിർക്കാൻ കഴിയില്ല. അങ്ങനെയാണ് തെക്കൻ മേഖലാ ജാഥ ചാല ബസാറിലൂടെ 1924 നവംബർ 12 തിരുവനന്തപുരത്തെത്തി. തെക്കൻ മേഖലാ ജാഥ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിച്ച് പറയാം. ഒരു സവർണ ജാഥ, അതായത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആൾക്കാരാണ് സവർണൻ. അവിടെ ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ സവർണനെന്നോ അവർണനെന്നോ കാണേണ്ട കാര്യമില്ല. അദ്ദേഹം മനുഷ്യനാണ്, അദ്ദേഹം അദ്വൈതിയാണ്. അദ്ദേഹത്തെ ഇതിനെല്ലാം ഉപരിയാണ് അദ്ദേഹം. അന്ന് സവർണന്മാരാണ് ഇതിലത്തേക്ക് വേണ്ടി മുൻകൈയെടുത്തത്. അപ്പോൾ ചരിത്രത്തിൽ കുറച്ച് മാറ്റങ്ങൾ, വ്യക്തമായ കാഴ്ചപ്പാടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നമ്മൾ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗം ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന പ്രസംഗങ്ങൾ, ഞങ്ങളാണത് നടത്തിയത് എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുന്ന പ്രസംഗങ്ങൾ കേട്ട് നമ്മുടെ മനസ്സിൽ തന്നെ വൈക്കം സത്യാഗ്രഹം എന്താണെന്നൊരു രൂപം കിട്ടിയിട്ടുണ്ട്. അതിവിടുത്തെ കൂടുതലും അതിനെക്കുറിച്ച് ഇവിടുത്തെ വിപ്ലവ പാർട്ടികളാണ് പറയുന്നത്. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് അറിയാമോ? ആ പാർട്ടികൾ നിലവിൽ വന്ന എന്നാണ് ഇന്ത്യ മഹാരാജ്യത്ത് വന്നതെന്നും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലഘട്ടവും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും, അന്ന് അവർ ഇന്ത്യ രാജ്യത്തെ ഇല്ലായിരുന്നു. അതുപോലെ രാഷ്ട്രീയം അല്ല ഞാൻ പറഞ്ഞത്, ചില നഗ്ന സത്യങ്ങൾ പറയുകയാണ്. വൈക്കം സത്യാഗ്രഹത്തിനുമായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ബന്ധമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞേ വൈക്കം സത്യാഗ്രഹം പറയാൻ പറ്റും. അത് ഭാരതീയ മഹാജനസഭ അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഞാനൊന്ന് മലയാളീകരിച്ചതാണ്, ഭാരതീയ മഹാജന സഭ. ഈ ഭാരതീയ മഹാജന സഭയ്ക്ക് മാത്രമേ ബന്ധമുള്ളൂ. മറ്റ് കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, ഇന്ന് കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതുമായിട്ട് ഏതൊരു ബന്ധവും ഇല്ല. ഇനി അവരുടെ ബന്ധം എങ്ങനെയായിരുന്നു? അവരുടെ ബന്ധവും അത്ര സുഗമമായ ബന്ധമല്ല. ആ ബന്ധത്തെക്കുറിച്ച് നമുക്ക് പിന്നാക്കം പറയാം. 1200-ലധികം അല്ല 1200-ലധികം എന്ന് പറയുമ്പോൾ ഇവിടെ വന്നപ്പോൾ അത് 12,000-ത്തിലധികം, 1200-ൻ്റെ കണക്ക് പിന്നീട് പറഞ്ഞുതരാം. 12,000 അധികം അനുയായികളുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ വടക്കൻ ജാഥ അവിടെ എത്തിച്ചേർന്നു. ഇരു ജാഥകളെയും സ്വീകരിക്കാനായി പുത്തൻ കച്ചേരി മൈതാനിയിൽ 25,000 ആളുകൾ വന്നു. ഈ സമയത്താണ്
ചിത്തിര തിരുനാൾ ഇതുവഴി വരുന്നത്. രാജാവാണ്, ചെറിയ പയ്യനാണ്. ചിത്തിര തിരുനാൾ ഈ വഴി വരുന്നത്. അപ്പോൾ അദ്ദേഹം കാര്യം എന്താണെന്ന് ചോദിച്ചു. ഇവരോടല്ല, കൂടെ ഉള്ളവരോട് ചോദിച്ചു. അപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു, ഇത് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടി കുറേ അവർണന്മാർ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുകയാണ് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം അത് കേട്ട് തലയാട്ടി. ഇവർ വഴിമാറി കൊടുത്ത് അദ്ദേഹം അങ്ങ് പോയി. അദ്ദേഹം ഭരണം ഏറ്റെടുത്ത് 2 വർഷത്തിനുള്ളിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം അദ്ദേഹം നടത്തുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 1932 ഒരു ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയിൽ ആരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VS സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു അധ്യക്ഷൻ. 8 അംഗങ്ങളെയും നിയോഗിച്ചിരുന്നു. 34 റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിൽ എന്താണ് ഉണ്ടായിരുന്നതെന്നറിയാമല്ലോ. അവിടെ ഞാൻ അത് ഒന്നുകൂടെ എടുത്തു പറയാൻ കാര്യം, VS സുബ്രഹ്മണ്യ അയ്യർ ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത് ആർക്കാ? അവർണർക്ക്. പ്രവേശിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് വേണ്ടി അതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ പ്രധാന അംഗം ആരായിരുന്നു? അയ്യർ. ഇപ്പോഴും പല കമ്മിറ്റികളും വരുമ്പോൾ, സംഭവം അന്വേഷിക്കാൻ വേണ്ടി കമ്മിറ്റികൾ വരുമ്പോൾ, അന്ന് മാത്രമല്ല ഇന്നും അത് തന്നെയാണ്, തങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ട് വരാൻ വേണ്ടി അതിലൊരാളെ തിരികെ കയറ്റി വയ്ക്കും, അല്ലെങ്കിൽ അവർ സ്ഥാനം നേടിയെടുക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ തീണ്ടൽ പലക, അത് നമ്മുടെ എന്താണ് എന്ന് ഒന്നുകൂടെ പറയാം. തീണ്ടാടുക, തീണ്ടുക, അതൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തീണ്ടൽ പലക ഒരു സൂചനാഫലകം അഥവാ നോട്ടീസ്. എന്താണ് ആ നോട്ടീസ്? ക്ഷേത്ര പരിസരം, കുളം, കിണർ, ചില നിരത്തുകൾ, ബ്രാഹ്മണർ താമസിക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്ന, ഇവിടെ ഇന്ന വ്യക്തികൾ താമസിക്കുകയാണ്, ഈ വഴി നിങ്ങൾ ഉപയോഗിക്കരുത്, ഈ വഴി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അശുദ്ധിയായി കണക്കാക്കും, അങ്ങനെ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം ചെലവും നിങ്ങളിൽ നിന്നോ ഭരണകർത്താക്കളിൽ നിന്നോ, അതാണ് മറ്റൊരിത്. ഇങ്ങനെ അശുദ്ധിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ ചെലവ് സർക്കാർ ഖജനാവിൽ നിന്ന് വേണം കൊടുക്കാൻ. അതും കൂടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൂചനയാണ് തീണ്ടൽ പലക എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പാടില്ല. ഇതാദ്യമായിട്ട് ഈ തീണ്ടൽ പലക വരുന്നത് ഈ മുറജപം നടക്കുന്ന സമയത്ത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വേദമന്ത്രങ്ങൾ മുറയ്ക്ക് ജപിക്കുന്ന ഒരു ആചാരമുണ്ട്. ആ മുറജപം നടിക്കുന്ന സമയത്താണ് ഇവിടെ തീണ്ടൽ പലക ഇവിടെയും ഉണ്ടായിരുന്നു. അത് യൂറോപ്യന്മാർക്ക് മാത്രമായിരുന്നു. യൂറോപ്യന്മാർക്ക് മാത്രമെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നതുകൊണ്ടാകാം. ഈ തീണ്ടൽ പലക ഉള്ള സ്ഥലങ്ങളിൽ തന്നെ ഉത്സവം മറ്റുള്ളവ വരുമ്പോൾ ഈ തീണ്ടലിൻ്റെ ആ വ്യാപ്തി കുറച്ചു. എന്നുവെച്ചാൽ നേരത്തെ ഒരു 4-5 കിലോമീറ്റർ ദൂരത്തിൽ, വൈക്കം ക്ഷേത്രത്തിലൊക്കെ 2 കിലോമീറ്റർ പുറത്തെ വെച്ചിരുന്നു എന്നാണ്. അതിൻ്റെ വ്യാപ്തി കുറയ്ക്കും. കുറച്ചുകൂടെ സ്ഥലം, കുറച്ചുകൂടെ ഈ പലകം അകത്തോട്ട് വയ്ക്കും, കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ വേണ്ടി. ആൾക്കാർ വന്നാലേ പൈസ കിട്ടൂ, അപ്പോൾ പൈസയ്ക്ക് ആവശ്യമാണ്. മാത്രമല്ല ഈ തീണ്ടൽ പലക ഇരുന്നാലും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും യഥേഷ്ടം കടന്നു പോകാം. ഇതാണ് വിചിത്രം. ഹിന്ദുവിന് മാത്രമേ തീണ്ടലുള്ളൂ. നേരത്തെ തന്നെ തൈലാദി വസ്തുക്കൾ എന്ന് പറഞ്ഞൊരു കവിത ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇവിടെ ഈ ഹിന്ദുവിന് മാത്രമേ തീണ്ടലുള്ളൂ, മറ്റേ വിഭാഗത്തിന്, മുസ്ലിങ്ങൾക്ക് തീണ്ടലില്ല, ക്രിസ്ത്യാനികൾക്ക് തീണ്ടലില്ല. ഇതെന്ത് ന്യായമാണ്? ക്ഷേത്രപ്രദേശത്തോടുകൂടി ക്രിസ്ത്യാനികൾക്ക് കടന്നു പോകാം, മുസ്ലിങ്ങൾക്ക് കടന്നു പോകാം, എന്നാൽ ഹിന്ദുവിനെ, യഥാർത്ഥ ഹിന്ദുവിനെ കടന്നു വയ്ക്കാൻ പാടില്ല. ഈ വൈക്കം ക്ഷേത്രത്തിൽ തന്നെ ഈ തീണ്ടൽ പലക വയ്ക്കുന്നത് 1905-ലാണ്. അതുവരെ അവിടെ തീണ്ടൽ പലക ഇല്ലായിരുന്നു. 1905-ലാണ് അവിടെ ഈ തീണ്ടൽ പലക സ്ഥാപിച്ചത്. അന്ന് പ്രതിഷേധം, വലിയ പ്രതിഷേധം ഉണ്ടായി. തിരുവിതാംകൂർ നിയമസഭയിൽ അന്നൊരംഗമായിരുന്നു കുമാരനാശാൻ. കുമാരനാശാൻ ഈ തീണ്ടൽ പലകയെ എതിർത്തവിടെ സംസാരിച്ചു. ഭരണാധികാരികൾ കൂട്ടാക്കിയില്ല. പിന്നെ കേരള കൗമുദി പത്രം ഉൾപ്പെടെ
എഡിറ്റോറിയൽ എഴുതി. അവിടെയും ഭരണാധികാരികൾ കൂട്ടാക്കിയില്ല. ടി.കെ. മാധവൻ അതിനെ എതിർത്തു. ആമചാടി തേവൻ അതിനെ എതിർത്തു. സഹോദരൻ അയ്യപ്പൻ, സത്യവ്രത സ്വാമികൾ തുടങ്ങിയ യുവാക്കളും തുടങ്ങിയവർ എല്ലാം അതിനെ എതിർത്തു. വൈക്കത്തും പൂന്തോട്ടയിലും സ്ഥാപിച്ച തീണ്ടൽ പലകകൾ ലംഘിച്ച് ഇവരെല്ലാം അതിലെ സഞ്ചാരം നടത്തി. കുറച്ച് യുവാക്കൾ സഞ്ചാരം നടത്തി. സർക്കാർ അതൊന്നും കണ്ടില്ല എന്ന് വിചാരിച്ചു. താൽക്കാലികമായി അവരും ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചില്ല. ചർച്ച ചെയ്തുവെങ്കിലും ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഈ കാലത്ത് ഒരു ഐക്യശ്രമത്തിന് വേണ്ടി, അതായത് രണ്ട് ജാതികൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൽ പലതും നടക്കും. ആ രണ്ട് ജാതികളെ അന്നു മുതൽ ഇന്ന് വരെ അകറ്റി നിർത്തുന്നതിൽ മറ്റ് മതക്കാർ, കുറച്ച് രാഷ്ട്രീയക്കാർ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ രണ്ട് ജാതികളെക്കുറിച്ച് പറഞ്ഞാലോ, ഇവർ രണ്ടുപേരും ഒരിക്കലും ഐക്യത്തിലേക്ക് വരാൻ പറ്റാത്തവരുമാണ്. ഒന്ന് സവർണാധിപത്യത്തിൻ്റെ ഇങ്ങേയറ്റത്തുള്ളവരും മറ്റേത് അവർണാധിപത്യത്തിൻ്റെ മുകൾ തട്ടിലുള്ളതുമാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന് നായരാണെങ്കിൽ മറ്റേത് ഈഴവർ. നായർക്ക് നായരിലുള്ള എല്ലാ വിഭാഗത്തിനും, ചില വിഭാഗങ്ങൾക്ക് ആധുനിക കാലത്ത് റിസർവേഷനുണ്ട്. പിന്നെ ഇപ്പോൾ സാമ്പത്തിക സംവരണം 10% ഉണ്ട്. അപ്പോൾ റിസർവേഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് ഏതാണ്ട് റിസർവേഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങേയറ്റത്ത് റിസർവേഷനുണ്ട്, ജോലി കാര്യങ്ങളിലെല്ലാം റിസർവേഷനുണ്ട്. എന്നാൽ ആ ജോലി കാര്യങ്ങളിലുള്ള റിസർവേഷൻ എന്ന് പറയുമ്പോൾ വ്യക്തമായി നമ്മളൊരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ റിസർവേഷൻ കൊണ്ട് ഈ പറയുന്ന ഈഴവ സമുദായത്തിന് ഏതൊരു പ്രയോജനവും ഇല്ല. അത് നമ്മളൊരു ലിസ്റ്റ് എടുത്ത് നോക്കണം. അതായത് ഒന്നാമത്തത് ജനറൽ, രണ്ടാമത്തേത് ഈഴവ, മൂന്നാമത് കിടക്കുന്ന ഈഴവയായിരിക്കും മിക്കവാറും രണ്ടാമത് കയറി വരുന്നത്. അല്ലെങ്കിൽ ഈ മൂന്നാമത് കിടക്കുന്ന ഈഴവയ്ക്ക് ജോലി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റൊട്ടേഷനിലാണ്. അതുകൊണ്ട് റിസർവേഷൻ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ അപൂർവം ചില പോസ്റ്റുകളിൽ പ്രയോജനം ഇല്ല എന്ന് പറയുന്നില്ല, അതിവിടെ ചർച്ചാ വിഷയമല്ല. ഇവർ രണ്ടുപേരും ഇന്നല്ല, പണ്ടേ തമ്മിലടിയാണ്. ഈ തമ്മിലടിക്കുന്ന കാലത്ത് ഇവർ തിരുവിതാംകൂറിൽ പല തവണ സംഘടനം മാത്രമല്ല, ഈഴവനായിരുന്ന പരവൂർ കേശവൻ ആശാൻ്റെ സുജനാ നന്ദിനി എന്ന പത്രം ഓഫീസ് നായർ സമുദായക്കാർ തീയിട്ട് നശിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവർക്ക് തമ്മിലടിക്കാൻ വലിയ കാരണമൊന്നും വേണ്ട. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആദ്യമായിട്ട് ശിവഗിരി തീർത്ഥാടനം നടന്നു. മഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ശിവഗിരി തീർത്ഥാടനം പിന്നാലെ നമ്മൾ പറയുന്നുണ്ട്. ഇങ്ങനെ റോട്ടിൽ കൂടെ പോയ യുവാക്കളെ കുറച്ച് നായർ സമുദായത്തിൽപ്പെട്ട യുവാക്കൾ മഞ്ഞക്കിളികൾ പോകുന്നു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. അന്ന് സംഘടന നടന്നില്ല. എന്ന് വെച്ചാൽ എന്ത് കാര്യമെന്ന് അറിഞ്ഞുകൂടാ, ഈ കീരിയും പാമ്പും എന്നതുപോലെ. അതാണ് എനിക്ക് ശരിക്കുള്ള പറയാനുള്ള ഇത്. അവസരം കിട്ടുന്നതനുസരിച്ച് നശിപ്പിക്കും. പാമ്പിന് അവസരം കിട്ടിയാൽ കീരിയെ നശിപ്പിക്കും, കീരിക്ക് അവസരം കിട്ടിയാൽ പാമ്പിനെ നശിപ്പിക്കും. ആ രീതിയിൽ ഇവർ തമ്മിലടിക്കുന്ന കാലഘട്ടം. ഞാൻ നേരത്തെ പറഞ്ഞു, തമ്മിലടിക്കാതിരുന്നാലോ കേരള ഭരണം ഇവർ രണ്ടുപേരും കൂടെ നടത്തുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ബാക്കിയുള്ള മതക്കാരെ ഇവർക്കിട്ട് എപ്പോഴും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ള കുറുക്കന്മാരെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതവിടെ ഇരുന്നിട്ട് പോട്ടെ. അങ്ങനെ ഇവർ തമ്മിലുള്ള ഐക്യം വരുത്തണം എന്ന ഒരഭിപ്രായം പല ഭാഗത്തു നിന്നും ഉണ്ടായി. അങ്ങനെ ഇവർ തമ്മിലൊരു ഐക്യം ഉണ്ടായാൽ മാത്രമേ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടും. യഥാർത്ഥം പറഞ്ഞാൽ ഈ വൈക്കം സത്യാഗ്രഹം നടന്നത് ക്ഷേത്രപ്രവേശനവുമായിട്ടാണ് കൂടുതൽ ആൾക്കാരും കണ്ടത്. ആദ്യമായിട്ട് സമരത്തിൻ്റെ തുടക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അല്ല, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. അവർക്ക് അതുവഴി ഒന്ന് സഞ്ചരിക്കണം, അല്ലെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റിപ്പോകണം. അതൊഴിവാക്കാൻ വേണ്ടി, സഞ്ചാര കിട്ടാൻ വേണ്ടി അവർക്ക് അതിലെ ഒന്ന് പോകണം. ഇനി ജീവിത സമരം, സി കേശവൻ എഴുതിയ ജീവിത സമരം എന്ന ആത്മകഥ,
അത് വായിക്കുമ്പോഴും ഈ നായരീഴവ ഐക്യം എന്തിനു വേണമെന്നും അതിൻ്റെ പ്രയോജനങ്ങൾ എന്താണെന്നും അവരുടെ സംഘടനത്തെക്കുറിച്ചും ഒക്കെ ചെറിയ ചെറിയ വിവരണങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും. 1924 മെയ് 8 വൈക്കത്ത് വെച്ച് SNDPയുടെ സമ്മേളനം നടന്നു. SNDPയുടെ സമ്മേളനം നടന്ന് അതേ വേദിയിൽ വെച്ച് തന്നെ സമ്മേളനം നടന്നു കഴിഞ്ഞു. ആ വേദി പൊളിച്ചില്ല. അതേ വേദിയിൽ വെച്ച് തന്നെ ഇവരുടെ ഐക്യത്തിന് വേണ്ടി, അതായത് ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള അധ്യക്ഷനായിക്കൊണ്ട് ഒരു ഐക്യ ചർച്ച നടന്നു. മാത്രമല്ല, ആ ഐക്യ ചർച്ചയിൽ ഈ ക്ഷേത്രത്തിന് ചുറ്റും കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഈ ഭാഗങ്ങളിലൂടെ യാത്രാ സ്വാതന്ത്ര്യം വേണമെന്ന് ദിവാൻ രാഘവയ്യെ കണ്ട് ഒരു നിവേദനം നൽകി. ആ നിവേദനം നൽകാൻ പോയപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. പെരിയാർ EV രാമസ്വാമി, ഡോക്ടർ നായിഡു, മന്നത്ത് പത്മനാഭപിള്ള, M മാത്തുണ്ണി, ചിറ്റേടത്ത് ശങ്കുപിള്ള, രാമകൃഷ്ണദാസ്, അയ്യാമുത്ത് ഗൗണ്ടർ, AK ഗോവിന്ദൻ ചാന്നാർ എന്നിവരാണ് പോയത്. ഇവരെ ഈ നായർ ഈഴവ ഐക്യം തിരഞ്ഞെടുത്തതും കൂടെയാണ്. ഇനി അടുത്ത് എടുത്തു പറയേണ്ട ഒരു പേരാണ് സമരക്കാർക്ക് വേണ്ടി ശിവശംഭോ ശംഭോ എന്നാരംഭിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗാനം രചിച്ച പാണാവള്ളി കൃഷ്ണൻ വൈദ്യർ. പാണാവള്ളി കൃഷ്ണൻ വൈദ്യർ സമരക്കാർക്ക് വേണ്ടി ഒരു സമരഗാനം രചിച്ചു. ഇദ്ദേഹം വൈക്കം സമരഭടനും കവിയുമാണ്. വൈക്കത്തെ സമരഭടനാണ്, നല്ലൊരു കവിയാണ്. ഇദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, ശ്രീ മൂലം പ്രജാസഭ അംഗമാണ്, പ്രസിദ്ധനായ എഴുത്തുകാരനാണ്. ഈ എഴുത്തുകാരനെക്കുറിച്ച് കൂടുതലറിയാൻ 3 ആത്മകഥ, ജീവചരിത്രവും 2 ആത്മകഥയും 1 ജീവചരിത്രവും നമ്മൾ വായിച്ചാൽ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ഒന്ന് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന C കേശവൻ്റെ ജീവിത സമരം എന്ന ആത്മകഥ. 2 പുതുപ്പള്ളി രാഘവൻ്റെ വിപ്ലവ സ്മരണകൾ എന്ന ആത്മകഥ. 3 CR കേശവൻ വൈദ്യൻ്റെ ആത്മകഥ. അതായത് വൈദ്യൻ്റെ കഥ എന്നാണ്, വൈദ്യൻ്റെ കഥ എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അത് ജീവചരിത്രമായിട്ടാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സമരം വരുന്നതിന് വളരെ മുമ്പ്, അതായത് സമരം വരുന്ന 1924 മാർച്ച് മാസം 30 ഞായറാഴ്ചയാണ്. അതിനും ഒരു 7 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കേരളീയരോടുള്ള ഒരു അപേക്ഷ എന്ന തലക്കെട്ടിൽ മാതൃഭൂമിയിൽ ഒരു പ്രസ്താവന വന്നു. മാതൃഭൂമി പത്രത്തിൽ ഈ പ്രസ്താവന കൊടുത്തത് കേളപ്പനാണ്. കേളപ്പൻ ഒരു പ്രസ്താവന കൊടുത്തു. ആ പ്രസ്താവന ഇപ്രകാരമാണ്: സഹോദര സഹോദരികളെ, കേരളത്തിൽ ഇന്ന് ആചരിച്ചു വരുന്ന രീതിയിലുള്ള ഒരയിത്തം ഇന്ത്യയിൽ എങ്ങും തന്നെ കാണുവാനും കേൾക്കാനും ഇല്ല. ഇത്രയധികം തീണ്ടൽ ജാതികൾ ഉള്ള ഒരു രാജ്യം വേറെ എവിടെയും ഇല്ല. എത്രയും നിരർത്ഥകവും അഭിമാനക്ഷയവും
നമ്മുടെ നാട്ടിൽ അഭിവൃദ്ധിയെ തടയുന്നതുമായ ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ കുടികൊള്ളുന്ന കാലത്തോളം പരിഷ്കാരികൾ എന്നല്ല, മനുഷ്യർ എന്നുള്ള പേർ കൂടി നാം അർഹിക്കുന്നില്ല. ഈ ദുരാചാരത്തെ നാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ ഞങ്ങൾ ബദ്ധ കങ്കണന്മാരായി പുറപ്പെട്ടിരിക്കുകയാണ്. എന്തു ക്ലേശങ്ങൾ സഹിച്ചും എന്ത് ത്യാഗങ്ങൾ ചെയ്തും ഈ പൈശാചിക ആചാരത്തെ ഞങ്ങൾ എതിർക്കും. നിങ്ങൾ എല്ലാവരുടെയും സഹകരണങ്ങൾ ഞങ്ങൾക്ക് വേണം. ചില ആളുകൾ ചെയ്തിട്ടുള്ളതുപോലെ ഞങ്ങളുടെ പരമാർത്ഥികമായ സദുദ്ദേശത്തെ കോൺഗ്രസിൽ അധംകൃത വർഗക്കാരെ ചേർക്കുവാനുള്ള സൂത്രമെന്നും മറ്റും നിങ്ങൾ ദുർവ്യാഖ്യാനിക്കാതിരിക്കുവാനുള്ള മഹാമനസ്കത നിങ്ങൾക്കുണ്ടാവണം. രാജ്യത്തിൻ്റെ ക്ഷേമം ഒന്നു മാത്രം ലാക്കാക്കി ചെയ്യുന്ന ഈ പരിശ്രമത്തിൽ നിങ്ങളുടെ സകലവിധ സഹകരണങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു എന്നൊരു വാർത്ത ആ കാലഘട്ടത്തിൽ ഇങ്ങനെ മാതൃഭൂമി പത്രത്തിൽ ഉണ്ടായിരുന്നു. ഇനി ഈ സംഭവത്തിന് കാരണക്കാരായ ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരിയെ നമുക്കൊന്ന് ദൂരെ നിന്ന് വീക്ഷിക്കാം. ഇവിടെ ഒരു മനയുണ്ട്. അതിനെ ഇണ്ടം തുരുത്തി മന എന്നാണ് പറയുന്നത്. കാണാൻ അതിമനോഹരമായ ഒരു മനയാണ്. ഇന്ന് ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഓഫീസാണ്. ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അതായത് CPIയുടെ, അതെങ്ങനെയാണ് CPIയുടെ കയ്യിൽ വന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. എന്നുവെച്ചാൽ ആ കാലങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് CPIയുടെ കയ്യിൽ വരുന്നത്, സമരകാലത്തൊന്നുമല്ല. ഇവർക്ക് നാടുവാഴി പാരമ്പര്യാവകാശം വടക്കുംകൂർ രാജാക്കന്മാർ നൽകിയിട്ടുണ്ട്. വടക്കുംകൂർ നമ്മൾ നേരത്തെ തെക്കംകൂറാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് നാടുവാഴി പാരമ്പര്യാവകാശം മാത്രമല്ല, ഈ അതിനു ചുറ്റും 48 ബ്രാഹ്മണ കുടുംബത്തിൻ്റെ മേൽക്കോയ്മയും ഇവർക്കാണ്. ആ 48 ബ്രാഹ്മണ കുടുംബത്തിൻ്റെ അധിപതിയാണ് ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരി. വടക്കേനട പരിസരത്താണ് ഈ മന സ്ഥിതി ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ വൈക്കം ക്ഷേത്രം ഇണ്ടം തുരുത്തി മനവക ഊരാൺമ ക്ഷേത്രമാണ്. ഊരായ്മ അല്ലെങ്കിൽ ഊരാൺമ എന്നൊക്കെ പറയുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഭരണവും അവിടെയുള്ള കിട്ടുന്ന സാധനങ്ങളുടെയും എല്ലാ അവകാശി ആ ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് വ്യക്തിപരമായ ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് പറയുകയാണെങ്കിലും വ്യക്തി പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്, വ്യക്തിയുടെ വകയാണ്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞോട്ടെ. ഒരു വ്യക്തി നടത്തുന്ന ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണം എന്ന് പറയുന്നതിനോട് നമുക്കെങ്ങനെ, ആ വ്യക്തിയുടെ അവകാശമല്ലേ, സ്വന്തം വകയല്ലേ, രാജാവ് എഴുതി കൊടുത്തതല്ലേ. പക്ഷെ അതിൽ പോകരുതെന്ന് പറയാനുള്ള അവകാശമില്ല, ചുറ്റുവഴികളിലൂടെ പോകരുത് എന്ന് പറയാനുള്ള അവകാശം ഈ മനയ്ക്കില്ല. ക്ഷേത്രത്തിൽ വേറെ ഉള്ളവർ കയറണോ ആര് കയറണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് തന്നെയാണ്. ഇവിടുത്തെ ഈ ബ്രാഹ്മണ കുടുംബങ്ങളിലും അതേപോലെ ക്ഷേത്രത്തിൻ്റെയും സർവാധികാരിയാണ് ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരി. 1925 ഒരു സന്ധി സംഭാഷണം, 24 സമരം തുടങ്ങുന്നത്, 25 ഒരു സന്ധി സംഭാഷണം നടത്താൻ വേണ്ടി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇവിടെ വന്നു. എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. അശോക, നിൻ്റെ ചില സംഭാഷണ ശൈലികൾ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ കേട്ടെന്താ, നീ എപ്പോഴും മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ലോകത്തുള്ള ഏതൊരു വ്യക്തിയെയും ആ പേര് പറഞ്ഞ് വിളിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ എനിക്കുണ്ട്, അത് നിനക്കുമുണ്ട്.
അതാരായാലും ഇപ്പം എൻ്റെ അപ്പൂപ്പൻ്റെ പേര് പറയുമ്പോൾ ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ പേരിൻ്റെ കൂടി ബഹുമാനം ചേർത്തൊന്നും പറയുന്നില്ല. നമ്മൾ നമ്മുടെ ആരെങ്കിലും അപ്പൂപ്പൻ്റെ പേര് പറയുമ്പോൾ ബഹുമാനം ചേർത്ത് പറയൂ, അച്ഛൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും ബഹുമാനം ചേർത്ത് പറയൂ. പിന്നെ അങ്ങനെ ബഹുമാനം ചേർത്ത് പറയണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഒരു വ്യക്തിയുടെ പേരിനോടല്ല ബഹുമാനം ചേർക്കേണ്ടത്, അനേകം വ്യക്തികളുടെ പേരിനോട്. നമ്മൾ വെറും സുഭാഷ് ചന്ദ്രബോസ് എന്നല്ലേ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേരിനോട് എന്തുകൊണ്ട് നമുക്ക് ഒരു ബഹുമാനം ചേർത്തുകൂടാ? ബഹുമാനം ചേർത്ത് പറയണമെങ്കിൽ നമുക്ക് ഒരുപാട് വ്യക്തികളുടെ പേരിനോട് എന്ന് ആ സംഭാഷണം നീളുന്നു, ഞാൻ അവിടെ നിർത്തുന്നു. പക്ഷെ ഇത് ഈ മൊത്തം വായിക്കുമ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ, ഈ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് മൊത്തം നോക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ മാറ്റി നിർത്താം. ഗാന്ധിജിക്ക് ഇവിടെ മറ്റൊരു രൂപമുണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നത് മാത്രമല്ല, പുസ്തകങ്ങളുടെ തെളിവ് ഉൾപ്പെടെയാണ് ഞാനിവിടെ പറയുന്നത്. ഈ സമയത്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഈ ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരിയുമായിട്ട് ഏതാണ്ട് 3 മണിക്കൂർ സന്ധി സംഭാഷണം നടത്തി. അതിൻ്റെ ചുരുക്കം പറയാം, സംഭാഷണമെല്ലാം വളരെ നീണ്ടതാണ്, 3 മണിക്കൂറുള്ള സംഭാഷണം വളരെ നീണ്ടതാണ്. അയിത്തം ശരിയല്ല, അപ്പോൾ അയിത്തം ദൈവം കൽപ്പിച്ചതാണല്ലോ, ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കണം, ക്ഷേത്രം എൻ്റെ വകയാണല്ലോ, ഈ റോഡിൽ കൂടെ നടക്കാനുള്ള അവകാശം കൊടുക്കണം, അത് എൻ്റെ ക്ഷേത്രം ഇരിക്കുന്ന വകയിലാണ് ഞാൻ പണ്ട് റോഡ് വെട്ടിയിട്ടുള്ളത്, ആ റോഡ് എൻ്റേതാകുന്നു. അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉരുളയ്ക്കുപ്പേരി എന്ന മറുപടിയാണ് ദേവൻ നീലകണ്ഠൻ നൽകിയത്. ചില ചോദ്യങ്ങളുടേത് മാത്രം വന്നപ്പോൾ നീലകണ്ഠന് ഉത്തരം മുട്ടിയിട്ടുണ്ട്. അദ്വൈത സംബന്ധിയായ 1-2 ചോദ്യം ചോദിച്ചു, അവിടെയൊക്കെ നീലകണ്ഠന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല, അവിടെയൊക്കെ പറഞ്ഞൊഴിഞ്ഞു. അത് ഭരണാധികാരിയാണല്ലോ നോക്കേണ്ടത്. ഗാന്ധി ഇവിടെ വന്നപ്പോൾ തന്നെ മനയ്ക്കുള്ളിലേക്ക് കയറ്റിയില്ല, മനയുടെ വെളിയിലൊരു പ്രത്യേക സ്ഥലം കണ്ടെത്തി. ഗാന്ധി വൈശ്യനാണ്, മാത്രമല്ല സത്യാഗ്രഹികളോട് സംസാരിച്ച് അശുദ്ധിയായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. മനയുടെ വെളിയിലൊരു സ്ഥലം പ്രത്യേക പന്തൽ തയ്യാറാക്കി. MK ഗാന്ധി പോയതോടുകൂടി അവിടെ ശുദ്ധി കലശം നടത്തി നമ്മുടെ ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരി. ഇത് ചരിത്രത്തിൽ വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറയുന്ന കാര്യമാണ്. 1925 നവംബർ 23-ന് 603 ദിവസത്തെ സത്യാഗ്രഹത്തിന് ശേഷം ഇത് പിൻവലിക്കുകയാണ്. അതിനെക്കുറിച്ച് ബാക്കി പറയാം. പക്ഷെ ഇവിടെ ഇതിന് ഞാൻ ഒരു 1798 1810 ദളവാക്കുള്ള സംഭവം പറഞ്ഞു. 200 യുവാക്കൾ. ഈ കാലഘട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുദേവൻ ജനിക്കുന്നതിനും ഏതാണ്ട് 40-45 വർഷത്തിനപ്പുറത്താണ്. 1856 ഗുരുദേവ ജനനം. അവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ചില പുസ്തകത്തിൽ വർഷത്തിൽ 55 54 പറയുന്നുണ്ട്, 3 വർഷവും പറയുന്നുണ്ട്. എൻ്റെ ഏതാണ്ട് ഒരു കണക്ക് 56 എന്ന് ഞാൻ പറഞ്ഞു തന്നെ. 1856 ഗുരുദേവൻ ജനിക്കുന്നത്. അതിന് 40 വർഷങ്ങൾക്കപ്പുറത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഏത് സമുദായ അംഗമായിട്ടാണോ ഗുരുദേവൻ ജനിച്ചത്, അതേ സമുദായത്തിലെ യുവാക്കളാണ് ഇവിടെ ഈ പ്രവൃത്തി ചെയ്തത്. അപ്പം അന്ന് 200 പേരെ ഒരുമിപ്പിക്കുക എന്ന് പറയുന്ന ആ മഹത്തരമായ കാര്യം ഈ സമൂഹത്തിലെ ആ യുവാക്കൾക്ക് തോന്നിയതാണോ, മറ്റാരെങ്കിലും പ്രേരണ കൊടുത്തതാണോ എന്നൊന്നും കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ശ്രീ KR നാരായണനോ ദളിത് ബന്ധുവായ NK ജോസോ മേരി എലിസബത്തോ അവരുടെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വലിയ ചർച്ച നടത്തുന്നില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. എന്നാൽ ഇവരുടെ പുസ്തകത്തിലല്ലാതെ നമ്മുടെ കേരള ചരിത്രകാരന്മാർ ഈ സംഭവത്തിൽ വസ്തുനിഷ്ഠമായി രേഖകളില്ല എന്ന് പറഞ്ഞ് ഇതിനെ അവഗണിക്കുകയാണ്. വസ്തുനിഷ്ഠമായ രേഖയില്ല എന്ന് പറഞ്ഞ് അവഗണിക്കുകയാണ്. നമ്മുടെ ഇവിടെ രക്തസാക്ഷിത്വം ആചരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരുടെ രക്തസാക്ഷിത്വത്തിലൊന്നും ഈ സംഭവം കാണുന്നില്ല. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവരൊന്നും ചെയ്യുന്നുമില്ല. ഈ കാലഘട്ടത്തിൽ നടന്നു എന്ന് 3 പ്രമുഖന്മാർ പറയുന്നു. അതായത് ഈ
എൻ കെ ജോസ്, ദളിത് ബന്ധു എൻ കെ ജോസ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം യഥാർത്ഥ കാര്യം മാത്രമേ ചരിത്രമായിട്ട് എഴുതൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത്രയൊക്കെ എഴുതി വെച്ചിട്ട് പോലും ഇതിനെ അതിൻ്റേതായ രീതിയിൽ, ഇത്രയും ബൃഹത്തായ ഒരു സംഭവമാണ്, അങ്ങനെ ഒരു ചിന്ത പോലും ജാതിക്കെതിരെ ഒരു ചിന്ത പോലും വരാത്ത കാലത്ത് ഈ വഴിയിലൂടെ നടന്ന് ഈ പ്രദോഷവ്രതം അല്ലെങ്കിൽ ശിവരാത്രിയല്ല, തിരുവാതിര അല്ലെങ്കിൽ രണ്ടും കൂടെ പ്രദോഷത്തിന് ഇങ്ങനെ അതിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ആ തൻ്റെ ഇടം ഇവർക്കുണ്ടായി. അതിന് ആരാണ് കൂട്ടുനിന്നത്? ഇവരാരാണ് യോജിപ്പിച്ചത്? ചിലപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണും പോലെ തന്നെ ഉള്ള യുവത്വം എന്തിനെങ്കിലും ചേർന്ന് പ്രവർത്തിക്കുമല്ല, അതേപോലെ ഒരു പ്രവർത്തനം ആകാം. എന്നിരുന്നാലും ഈ സംഭവത്തിനെ കുറിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒരക്ഷരം മിണ്ടാത്തത് ഖേദകരമാണ് എന്നത് ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഇനി ഞാൻ ഈ പറയുന്നത് കേട്ട് നാളെ മുതൽ അവർ ഈ രക്തസാക്ഷിത്വത്തിന് വേണ്ടി വിപ്ലവ പാർട്ടികൾ അവകാശികളായി വന്നേക്കാം. വൈക്കം സത്യാഗ്രഹത്തിന് അവർ അവകാശികളാകുന്നുണ്ട്. പക്ഷെ ഇതിലേക്ക് അവർ അവകാശത്തിന് വരുന്നില്ല. ഇനി ഈ 603 ദിവസത്തെ സത്യാഗ്രഹത്തിന് ശേഷം ഈ സമരം പിൻവലിച്ചു. അപ്പോഴും മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇതിൻ്റെ 3 നടയിലൂടെ മാത്രമേ ഇവർക്ക് പ്രവേശനം അനുവദിച്ചുള്ളൂ. ഈ സമരം പിൻവലിക്കാനുള്ള കാര്യം പറയാം. അവിടെയാണ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട ചില കളികളുണ്ടാകുന്നത്. കിഴക്കേ നടയിലെ ഗോപുരം, അതിൻ്റെ വാതിലിനോട് ചേർന്ന പ്രദേശം, പിന്നെ ഇണ്ടംതുരുത്തി മനയുടെ മുന്നിലുള്ള വഴികളും അവർണർക്ക് അനുവദിച്ചു കൊടുത്തിട്ടില്ല. കിഴക്കേ നട, അതിൻ്റെ പ്രധാന വാതിലിനോട് ചേർന്നുള്ള പ്രദേശം, ഇണ്ടംതുരുത്തി മനയുടെ മുൻവശം, ഇത്രയും അപ്പോഴും അനുവദിച്ചു കൊടുത്തിട്ടില്ല. പതിറ്റാണ്ടുകൾക്ക് ശേഷവും അവർണർക്ക് ഈ കുടുംബം ഭ്രഷ്ട് കൽപ്പിച്ച് തന്നെ നിർത്തിയിരുന്നു. 1936 ശേഷവും, അതായത് ഏതാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയും ഇവർ ഭ്രഷ്ട് കൽപ്പിച്ച് തന്നെ ഇവരെ ദൂരെ നിർത്തി. ജന്മിനാട് വാഴിത്വം ഇല്ലാതായപ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ലം നശിച്ചു. അതാണ് ഞാൻ സ്വാതന്ത്ര്യം വരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന് പറയാൻ കാര്യം. ജന്മിനാട് വാഴിത്വം പോയി. അപ്പോൾ ഇല്ലത്തിന് സാമ്പത്തിക പ്രതിസന്ധിയായി. അപ്പോൾ ദേവൻ, നമ്മുടെ നീലകണ്ഠൻ, അയാളുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ ഒരു വാചകത്തിൽ ഇങ്ങനെ കാണുന്നു, ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ആ നിർബന്ധം. വഴി നടക്കണം, അത് റെഡി, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ആ നിർബന്ധം, ഈ ക്ഷേത്രമെന്ന് പറയുന്നത് ഊരാൺമ അല്ലെങ്കിൽ ഊരായ്മ എന്നതാണ്. ഊരായ്മ എന്ന് പറയുന്നത് ഞാൻ അപ്പോൾ തന്നെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ആ ക്ഷേത്രം അതൊരു സ്വകാര്യ സമ്പത്താണ്. ഇന്നത്തെ ക്ഷേത്ര സങ്കല്പവുമായി അതിനെ ഒരിക്കലും ബന്ധപ്പെടുത്തരുത്. ഇത് പറയാൻ കാര്യമുണ്ട്. ഈ രാഷ്ട്രീയക്കാരന്മാർ ഉറഞ്ഞു തുള്ളുകയല്ലേ, ഉറഞ്ഞു തുള്ളുമ്പോൾ പറയും ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് ഹിന്ദുവിന് പ്രവേശനം ഉണ്ടായിരുന്നോ എന്നൊക്കെ എങ്ങനെ ചോദിക്കും, ആവേശത്തോടെ ചോദിക്കും. നമ്മളും ഇവൻ പ്രസംഗിക്കുമ്പോൾ ശരിയാണല്ലോ. പക്ഷെ ഈ ക്ഷേത്രം ഇന്നത്തെ ആ ക്ഷേത്ര സങ്കല്പം അല്ല. ഇത് ഒരു സ്വകാര്യ സ്വത്താണ്, ആ വ്യക്തിയുടെ വകയാണ്. അപ്പോൾ ദേവൻ നീലകണ്ഠൻ കയറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ കയറാനുള്ള അവകാശം നമുക്കില്ല. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ചില സമയത്തേക്ക് അവിടെ മറ്റുള്ളവർക്ക് കയറാൻ പറ്റില്ല. രാജാവ് വരുമ്പോൾ മറ്റുള്ളവർക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഒരിക്കൽ ഉണ്ടായി. ആ ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നി അങ്ങനെ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരു 8 മണി ഒരു 7:45 മണിക്കാണ് അവരിങ്ങനെ വരുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ ക്ഷേത്രം അവരുടേതാ, ആ രാജകുടുംബത്തിൻ്റേതാ ക്ഷേത്രം. അവർ പിന്നീട് പൊതുജനത്തിന് ചില കണ്ടീഷൻ വെച്ചിട്ട് വ്യവസ്ഥകൾക്ക് അതീതമായി വിട്ടുകൊടുത്തു. അപ്പോൾ അവർ ആരാധനയ്ക്ക് വരുമ്പോൾ അവർക്ക് തടസ്സമുണ്ടാകാതെ മാറി നിന്ന് കൊടുക്കണം. അപ്പോൾ സ്വകാര്യ സ്വത്തുക്കളാണ് ഇവിടുത്തെ പ്രശ്നം. സ്വകാര്യ സ്വത്തുക്കളിൽ പ്രവേശനം വേണം,
ഈ കേരളത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പല വിപ്ലവ പാർട്ടികളും സ്വകാര്യ ജന്മിമാരെ കയറി വെട്ടിക്കൊന്ന് ആ ഇല്ലം പിടിച്ചെടുത്ത ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ ഇണ്ടംതുരുത്തി മനയെക്കുറിച്ച് തന്നെ ഒരു പാർട്ടി ഒരുക്കെ പ്രസംഗിക്കുന്നത് കേട്ടു. അവിടുത്തെ നമ്പൂതിരിയെ വേട്ടി നുറുക്കി ഞങ്ങൾ പിടിച്ചെടുത്തതാണ് എന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ചരിത്രം അതങ്ങനെയല്ല പറയുന്നത്. ഇത് നശിച്ചു, ഈ ഇല്ലം നശിച്ചു. അവസാനത്തെ അന്തർജനത്തിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ് ഈ ഇല്ലം വിൽക്കുന്നത്. ഈ ഇല്ലം വാങ്ങാൻ വേണ്ടി വളരെയധികം ആൾക്കാർ വന്നു. അപ്പോൾ ഈ CPIയുടെ ചെത്തുതൊഴിലാളികൾക്ക്, അതിൽ വേറെയും ഒരാൾക്കാർ ഈ അടുത്ത കാലത്തായിട്ട് ഒരു പോസ്റ്റ് കണ്ടു, ഈഴവരാണ് വാങ്ങിയത്. അങ്ങനെ എല്ലാം ജാതിവൽക്കരിക്കുക. അങ്ങനെ ഈഴവർ ചിലപ്പോൾ ചെത്തുതൊഴിലാളികളിൽ ഈഴവർ കൂടുതലായിരുന്നിരിക്കാം. നെയ്ത്തും ചെത്തുമൊക്കെ ഈ ജാതിയുടെ കുലത്തൊഴിലായിട്ട് പറയപ്പെടുന്നുണ്ട്. ആണോ എന്നെനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈഴവരില്ല അത് വാങ്ങിയത്, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വാങ്ങിയത്. 1963 മനയും 2 ഏക്കർ സ്ഥലവും CPI നേതാവ് CK വിശ്വനാഥൻ്റെ നേതൃത്വത്തിൽ ചെത്തുതൊഴിലാളി യൂണിയൻ വിലയ്ക്ക് വാങ്ങി. യൂണിയൻ ഓഫീസായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. 2009 ഈ മന അതേ രീതിയിൽ വെച്ചുകൊണ്ട് അവർ ഇതിനെ പുതുക്കിപ്പണിതു. മനയ്ക്ക് ഏതൊരു മാറ്റവും വന്നിട്ടില്ല. ആ ബലക്ഷയം എങ്ങനെ പരിഹരിക്കാം എന്നുള്ള രീതിയിലൊക്കെ നോക്കിയിട്ട് ഈ മനയെ അവർ പുതുക്കിപ്പണിത് ഇപ്പോഴും ഉപയോഗിക്കുകയാണ്. ഒരു CPI നേതാവിൻ്റെ ലെറ്ററും വാങ്ങിക്കൊണ്ട് ഞാൻ ഈ മന പോയി കണ്ടു. കാര്യം ഇത് ഒരു 12 വർഷത്തിനപ്പുറത്താണ് ഞാൻ മന പോയി കാണുന്നത്. പിന്നീട് പുതുക്കി പണിയുന്നതിനും മുമ്പ് വർഷം ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്ക് അതായത് 2007 8 ആണ്. അതെനിക്കങ്ങനെ ഞാൻ ഉത്തരേന്ത്യയിൽ വന്നപ്പോഴാണ് ഒരു ട്രെയിനിൽ വെച്ചാണ് ഈ മനയെക്കുറിച്ചുള്ള ഒരു സംഭവം കേൾക്കുന്നത്. അന്ന് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഒരു നേതാവിനെ കണ്ട് പെർമിഷനും വാങ്ങിച്ചിട്ട് അവിടെ പോയി മനയെല്ലാം കണ്ടു. പിന്നീട് മറ്റൊരവസരത്തിൽ ക്ഷേത്രത്തിൽ പോയപ്പോൾ പുതുക്കി പണിതത് പുറത്തു നിന്ന് കണ്ടു. അന്ന് പിന്നെ അകത്ത് കയറേണ്ട കാര്യമില്ലല്ലോ. ആ പുതുക്കിയത് എങ്ങനെയാണ് എന്ന് പുറത്തു നിന്ന് കണ്ടു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ജാത്യാഹങ്കാരത്തിൻ്റെ ഫലമായി തകർന്ന ഒരു ചരിത്ര സ്മാരകമായി ഇണ്ടംതുരുത്തി മന ഇന്നും നിലനിൽക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആ ഉള്ളറകൾ അങ്ങ് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഗാന്ധിജി തന്നെ വന്ന് ഒരു സന്ധി സംഭാഷണം പോലെ ചെയ്തു എന്നൊക്കെ അങ്ങ് സൂചിപ്പിച്ചല്ലോ. ഗുരുദേവൻ ഈ ഒരു സത്യാഗ്രഹവുമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നൊന്നുകൂടെ വിശദീകരിക്കുകയാണ്. ഗുരുദേവനുമായിട്ട് ഈ സത്യാഗ്രഹത്തിനുള്ള ബന്ധം അത് വാക്കുകൾക്ക് അതീതമാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു മഠമുണ്ട്. ആ മഠത്തിൻ്റെ പേര് വെല്ലൂർ മഠമെന്നാണ്. വെല്ലൂർ മഠത്തെയാണ് സത്യാഗ്രഹ ആശ്രമമായിട്ട് ഉപയോഗിച്ചത്. സത്യാഗ്രഹത്തിൽ ആൾക്കാർക്ക് മുറിവേക്കുമ്പോഴും മറ്റുള്ള അസ്വസ്ഥതകൾ വരുമ്പോഴും ആഹാരം കഴിക്കാനും ആഹാരം വയ്ക്കാനും എല്ലാത്തിനും ഈ മഠം ആണ് ഉപയോഗിച്ചത്. ഈ മഠം ശ്രീനാരായണ ഗുരുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായിട്ട് 3 ഏക്കർ ഭൂമിയാണ്. 3 ഏക്കർ ഭൂമിയിലാണ് മഠം സ്ഥിതി ചെയ്യുന്നത്. ഇത് 1910 പരീത് പച്ചക്കണ്ണ് എന്ന മുഹമ്മദീയ വ്യാപാരിയിൽ നിന്നാണ് ഈ മഠം ഇദ്ദേഹം വാങ്ങുന്നത്. പരീത് പച്ചക്കണ്ണ് എന്ന് പറയുന്ന ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. ആ വ്യാപാരിയിൽ നിന്നാണ് അദ്ദേഹം ഈ മഠം വിലയ്ക്ക് വാങ്ങിയതാണ്. അത് ആധാരം എഴുതി വിലയ്ക്ക് വാങ്ങിയതാണ്. ഇവിടെ മുല്ലൂർ എസ് പത്മനാഭപ്പണിക്കരുടെ ഒരു കവിതയിൽ പറയുന്നത് 1920 റിക്ഷാവണ്ടിയിൽ ഗുരുദേവൻ ഇതിലേ പോയപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞത് കാരണം വേറൊന്നുമല്ല,
അദ്ദേഹം പോകേണ്ട വഴിയിൽ കൂടെ തന്നെയാണ് പോയത്. പക്ഷേ റിക്ഷയിൽ പോകാൻ പാടില്ല, നടന്നു വയ്ക്കണം. ഇതാണ് കണ്ടീഷൻ. നടന്നു പോകണോ? കുഴപ്പമില്ലല്ലോ, നാം നടന്നോളാം, പ്രശ്നമില്ല. അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങി നടന്നു. കാര്യം വേറൊന്നുമില്ല, ഈ തടഞ്ഞത് പേടിച്ചിട്ടൊന്നുമല്ല. അദ്ദേഹം ഒരു അദ്വൈതിയാണ്. അദ്വൈതി ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് പറയാണ് നടന്നു പോകണം. കാര്യം അവിടെ അസൂയ. വേറൊരു വ്യക്തി അതിലെ ഈ വൃക്ഷ വണ്ടിയിൽ പോയത് കണ്ടപ്പോൾ ഉള്ള അസൂയ മാത്രമല്ല, ഇവിടെ ഇല്ലം 2 ഏക്കറേ ഉള്ളൂ, അപ്പുറത്ത് ഇദ്ദേഹത്തിന് 3 ഏക്കറുണ്ട്. അപ്പോൾ ഇതൊക്കെ അസൂയ കൊണ്ട് ആൾക്കാരെ ഇകഴ്ത്താറുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. 1924 ഏപ്രിൽ മാസം 21 ഐത്തോച്ചാടന കമ്മിറ്റി യോഗം ചേർന്ന് തമിഴ്നാട്ടിലെ പെരിയാർ രാമസ്വാമി, തമിഴ്നാട്ടിലെ പെരിയാർ അടക്കം 8 അംഗങ്ങളെ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നു. ആ യോഗം ഈ വെല്ലൂർ മഠത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സത്യാഗ്രഹ ആശ്രമം ഇത് തന്നെ. ആശ്രമം മാത്രമല്ല, സത്യാഗ്രഹത്തിൻ്റെ ഓഫീസാണ്, ആശുപത്രിയുമാണ്. മുറിവേക്കുന്നവരെ ഇവിടെ തന്നെ ചികിത്സിക്കും. ചുമതല കോട്ടുകോയിക്കൽ വേലായുധൻ എന്ന ഗുരുദേവ ശിഷ്യനാണ് ഈ ആശ്രമത്തിൻ്റെ ചുമതല നൽകിയത്. സമരഘട്ടത്തിൽ ഗുരുദേവൻ ഇവിടെ സന്ദർശിച്ചു. ആ സന്ദർശനത്തെക്കുറിച്ച് അന്നത്തെ ഒരു പത്രവാർത്ത ഞാൻ പിന്നാലെ പറയുന്നുണ്ട്. 1925 MK ഗാന്ധി ഇവിടെ താമസിച്ചു. നിലവിൽ സത്യാഗ്രഹ സ്മാരക ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളായിട്ടാണ് വെല്ലൂർ മഠം പ്രവർത്തിക്കുന്നത്. ആ വെല്ലൂർ മഠത്തിന് സത്യാഗ്രഹ സ്മാരക ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളെന്ന് പേര് കൊടുത്തു. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു വലിയൊരു പങ്ക് മനസ്സിലായിരിക്കും. ഗുരുദേവൻ ഇവിടെ വന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഏത് രീതിയിലാണ് ഇതിൽ പങ്കെടുത്തത് എന്നതിന് വേണ്ടി 1924 സെപ്റ്റംബർ 20 ഒരു ദേശാഭിമാനി പത്രത്തിൽ, ദേശാഭിമാനി പത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ TK മാധവനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ദേശാഭിമാനി പത്രമാണ്, ഇന്നത്തെ ദേശാഭിമാനി പത്രമല്ല. ആ പത്രവാർത്ത അതുപോലെ പ്രേക്ഷകർക്കായി സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ പത്രവാർത്തയിൽ ഇന്നത്തെ മലയാളത്തിൻ്റെ ഒരു രീതി ഉണ്ടാകാനുള്ള സാധ്യത കാണില്ല. വാക്യങ്ങളിൽ ചില പോരായ്മകൾ കാണാം. പക്ഷേ ആ പോരായ്മകൾ അന്നത്തെ മലയാള ഭാഷയെന്ന് ചിന്തിച്ച് അത് ഉൾക്കൊള്ളണം. ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമികൾ ഇന്ന് ഉച്ചബോട്ടിന് ഇവിടെ സത്യാഗ്രഹ ആശ്രമത്തിൽ വിജയം ചെയ്തിരിക്കുന്നു. ഈ വിശിഷ്ടാഗമനം പ്രമാണിച്ച് ആശ്രമത്തിലെ വാളണ്ടിയർമാരും മറ്റനേകം ജനങ്ങളും നേരത്തെ ബോട്ട് ജട്ടിയിൽ കൂടിയിരുന്നു. ബോട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പായി തന്നെ മെമ്പർ ഇൻ ചാർജായ ശ്രീമാൻ N നാരായണൻ അകത്തു കടന്ന് സ്വാമികൾക്ക് മനോഹരമായ ഒരു ഹദർ ഹാരം അണിയിക്കുകയുണ്ടായി. സാധാരണ പതിവില്ലാത്ത വിധത്തിൽ ഈ മാല അദ്ദേഹം വളരെ നേരം കഴുത്തിൽ തന്നെ ഇട്ടുകൊണ്ടിരുന്നതും അതിനെപ്പറ്റി തുടർന്നുണ്ടായ സംഭാഷണവും മറ്റും കൊണ്ട് സ്വാമിയുടെ ഖദർ പ്രേമം ധാരാളം വ്യക്തമാക്കുന്നുണ്ട്. പല നിറത്തിലുള്ള ഖദർ നൂലുകൊണ്ട് കെട്ടപ്പെട്ടിരുന്ന ആ ഹാരം വളരെ കൗതുകകരമായി തോന്നി. സ്വാമികൾ അതെന്താണെന്ന് ചോദിക്കുകയും ഖദറാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾ ഉണ്ണുന്നതും ഖദറാണോ എന്ന് സ്വതസിദ്ധമായ ഫലിതത്തിൽ പ്രസ്താവിക്കുകയും ചെയ്തു. സ്വാമികൾ ഖദർ മാല മണത്ത് നോക്കിയിട്ട് ഇതിന് വാസനയില്ല, അകത്തായിരിക്കും വാസന എന്നും അരുളി ചെയ്തു. സ്വാമികൾ ധരിച്ചിരുന്നത് ഒരു ഖദർ മുണ്ടും
ഷാളുമാണ്. സ്വാമികളുടെ വക ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് 30 നൂൽചക്രങ്ങൾ ഇവിടെ നിന്ന് പണിഞ്ഞയക്കുവാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു ചർക്ക പണിയാനും അതിൽ നൂൽ നൂക്കാനും അദ്ദേഹം നിശ്ചയിച്ചിട്ടുണ്ട്. ബോട്ട് ജെട്ടിയിൽ നിന്ന് ആശ്രമത്തിലേക്ക് പോരുന്നതിന് വേണ്ടി ഏർപ്പാട് ചെയ്തിരുന്നുവെങ്കിലും സ്വാമികൾ കാൽനടയായി മാത്രമാണ് തിരിച്ചത്. ആശ്രമത്തിന് സമീപമെത്തിയപ്പോൾ ആശ്രമ വളപ്പിനകത്തെ കെട്ടിടങ്ങൾ കണ്ടിട്ട് അത്ഭുത രസത്തിൽ ഇതെല്ലാം എന്താണെന്ന് ചോദിക്കുകയുണ്ടായി. ആശ്രമത്തിലെത്തി കുറേ വിശ്രമിച്ച ശേഷം ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും സന്ദർശിച്ചു. സെക്രട്ടറിയുടെ ഓഫീസ്, പബ്ലിസിറ്റി ഓഫീസ്, ക്യാപ്റ്റൻ്റെ ഓഫീസ്, വായനശാല, വോളണ്ടിയർമാരുടെ ശയനസ്ഥലം, ആശുപത്രി, അടുക്കള, ഭക്ഷണശാല, സ്റ്റോർ, നൂൽപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശാഖകൾ, നെയ്ത്ത് തറികൾ, സാനിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഇവയെല്ലാം സ്വാമികൾ സൂക്ഷ്മതയോടെ പരിശോധിച്ചു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും സ്വാമികൾ ചെന്നപ്പോൾ ഓരോരുത്തർ യഥാക്രമമുള്ള ജോലികൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. നൂലെടുപ്പ് സംബന്ധിച്ച് ഇവിടെ നടക്കുന്ന എല്ലാ ജോലിക്രമങ്ങളും പഴയ കാലം മുതൽക്കേ ഇന്ത്യയിൽ നടന്നു വരുന്നത് മാത്രമാണെന്ന് കണ്ട് സ്വാമി പ്രത്യേകം സന്തോഷിച്ചു. കിച്ചൺ ഡിപ്പാർട്ട്മെൻറ്റ് സന്ദർശിച്ചപ്പോൾ അതിനകത്ത് ഒരു 2-3 വയസ്സ് പ്രായമായ കുട്ടി നിൽക്കുന്നത് കണ്ട് ഇതേതാണെന്ന് ചോദിക്കുകയും ഇവിടെ എടുത്തു വളർത്തുന്ന ഒരു പുലയ കുട്ടിയാണെന്നറിഞ്ഞപ്പോൾ വലിയ ആനന്ദത്തോടെ പൊട്ടിച്ചിരിക്കുകയുണ്ടായി. അപ്പോൾ നിങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പിന്നോക്കം പോവുകയാണ്, പണ്ടത്തെ പോലെ ജീവിക്കാൻ പോവുകയാണല്ലോ, കൊള്ളാം എന്നുടനെ സ്വാമികൾ പ്രസ്താവിച്ചു. ആശ്രമത്തിലെ എല്ലാ വിഭാഗങ്ങളും സന്ദർശിച്ച് തൃപ്തനായി. ഇവിടെ തന്നെ തയ്യാർ ചെയ്തിരുന്ന മഠത്തിൽ വിശ്രമിച്ചു വരുന്നു. വാളണ്ടിയർ സത്യാഗ്രഹത്തിനായി പോകുമ്പോഴും തിരികെ ഓരോ നടയിൽ നിന്ന് മടങ്ങുമ്പോഴും സ്വാമികൾ പ്രത്യേകം അനുകമ്പയോടും കൗതുകത്തോടും നോക്കി നിൽക്കുക പതിവാണ്. അപ്പോൾ ഈ ഗുരുദേവൻ എന്തൊക്കെ ചെയ്തു എന്ന വ്യക്തമായ കാഴ്ചപ്പാടാണ് ഈ പത്ര റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത്. ഇവിടെ 1-2 വാക്കുകൾ തിരികെ, അത് തിരികെ എന്ന് നമ്മൾ കാണണം. പിന്നെ ബോട്ട് ജെട്ടിയിൽ നിന്നും പോരുന്നതിന് ഏർപ്പാട് ചെയ്തു. എന്ത് ഏർപ്പാട് ചെയ്തു എന്ന് അവിടെ പറഞ്ഞിട്ടില്ല, വാക്കൊന്നും വിട്ടുപോയിട്ടില്ല. വാഹനമാണോ, എന്ത് ഏർപ്പാട് ചെയ്തു, പല്ലക്കാണോ, അതിനെക്കുറിച്ചൊന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ ഇതിലെ ഭാഷയെന്ന് പറയുന്നത് അന്നത്തെ മലയാള ഭാഷയാണ്. ആ രീതിയിൽ വേണം ശ്രോതാക്കൾ ഇതൊന്ന് കാണാൻ. ഇനി കേരള ചരിത്രത്തിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. അത് 1924 ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അതിനുശേഷം അനേക വെള്ളപ്പൊക്കങ്ങളുണ്ടായി, അടുത്ത കാലത്തും വെള്ളപ്പൊക്കം ഉണ്ടായി. പക്ഷെ 1924 വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ അത് അസാധാരണമാണ്, സാധാരണമല്ല, അസാധാരണമാണ്. അനേകം ഡാമുകൾ തുറന്നു വിട്ടതുപോലുള്ള ഒരു വെള്ളപ്പൊക്കം. 1-2 ഡാമല്ല, 4-5 ഡാം ഒരുമിച്ച് തുറന്നു വിട്ടതുപോലെ. അപ്പോൾ ആ വെള്ളപ്പൊക്കത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 3368 മില്ലിമീറ്റർ മഴയാണ് ആ സമയത്ത് ഈ ഭൂമിയിലേക്ക് പതിച്ചത്. നേരിട്ട് ഇത് തിരുവിതാംകൂറിലും കൊച്ചിയിലുമാണ് ഈ മഴ ഇത്രയും വന്ന് പതിച്ചത്. വേമ്പനാട്ട് കായൽ അഥവാ വൈക്കം കായൽ നിറഞ്ഞ് കവിഞ്ഞു. നമ്മളിപ്പോൾ പറയാറില്ലേ റോഡ് തോടായിന്ന്, അന്ന് അത് തന്നെയായിരുന്നു അവസ്ഥ. റോഡിൽ കൂടെ സഞ്ചരിക്കാൻ ചങ്ങാടം വേണം. അതായത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ, വൈക്കം ക്ഷേത്രത്തിൻ്റെ 4 ചുറ്റുകളിലും കൂടെ അവിടുത്തെ അധികാരികൾക്ക്, മേധാവികൾക്ക് നടന്നു പോകാൻ പറ്റില്ല. പകരം ചങ്ങാടത്തിൽ പോകണം. വള്ളം തുഴയാൻ പറ്റില്ല. കാര്യം വള്ളം തുഴയാൻ അത്രത്തോളം ഇല്ല. കാര്യം വള്ളം തുഴയണമെങ്കിൽ ഇങ്ങനെ കുത്തി തുഴയണം, അത് പറ്റില്ല. അപ്പം ചങ്ങാടം കെട്ടി. അപ്പോൾ അത് ഒരു ദൈവ ശിക്ഷയാണോ ഇവർക്ക് കൊടുത്തത് എന്നും എനിക്ക് ഒരു അഭിപ്രായമില്ലാതില്ല. കിഴക്ക് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വെള്ളം. അവിടെയാണ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിലും വെള്ളം കയറി.
പിന്നെ ഈ ക്ഷേത്രത്തിൽ കയറാതിരിക്കാൻ വേണ്ടി അവർ കിഴക്കേ നടയിലാണ് കൂടുതൽ സംരക്ഷണ ഏർപ്പാട് ചെയ്തത്. മുൻവശമാണ് കിഴക്കേ നട. അവിടെ പോലീസ് നേരത്തെ തന്നെ ഒരു വലിയൊരു സ്റ്റേജ് തറയിൽ നിന്ന് ഉയർത്തി കെട്ടിയിരുന്നു. ആ സ്റ്റേജിന് അകത്തേക്കും വെള്ളം കയറി. എന്നുവെച്ചാൽ അവർക്കവിടെ പോലീസുകാർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അതിൻ്റെ കിഴക്ക് ഭാഗത്ത് ബ്രാഹ്മണർ കുറച്ച് കടകൾ നടത്തുന്നുണ്ട്. ആ കടകൾ മൊത്തം വെള്ളം കയറി നശിച്ചു. ഇങ്ങനെ 2 മാസത്തെ വെള്ളപ്പൊക്കം. അപ്പോൾ ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുകയാണ്. ഈ സമയത്ത് സമരം നടക്കുകയാണ്. 2 മാസം തുടർച്ചയായിട്ട് ഈ വെള്ളം ഇങ്ങനെ നിന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വേമ്പനാട്ട് കായൽ വെള്ളം കൊണ്ട് നിറഞ്ഞ്, കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്, ഈ വെള്ളം കൊണ്ട് നിറഞ്ഞ് കര കവിഞ്ഞ് ഒഴുകിയത്. കിഴക്കേ നടയാണ് ഇവർ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചത്. പക്ഷേ കിഴക്കേ നടയാണ് വെള്ളം കൊണ്ട് മുങ്ങിയത്. അതാണ് ഞാനൊരു സംശയം പ്രകടിപ്പിച്ചത്. ഇത് ദൈവനിശ്ചയമാണോ ഈ മഴ? എന്നാൽ ഈ നമ്മുടെ സമരഭടന്മാരുടെ അവസ്ഥ വളരെ മോശമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിന്ന് അവർ സമരം ചെയ്തു. കുറേ കഴിഞ്ഞപ്പം നെഞ്ചൊപ്പം വെള്ളത്തിൽ നിന്ന് സമരം ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ ഇതുവരെ വായ്ക്കൊപ്പം, കഴുത്തൊപ്പം അല്ല വായ്ക്കൊപ്പം, വായ്ക്കകത്തേക്ക് വെള്ളം കയറുന്ന അവസ്ഥ വരുമ്പോഴാണ് അവർ അവിടെ നിന്ന് മാറുന്നത്. ആദ്യം 3 മണിക്കൂർ വെള്ളത്തിൽ നിന്ന് സമരം ചെയ്തു. എന്ന് വെച്ചാൽ ഭടന്മാർ മാറിക്കൊണ്ടിരിക്കും. വെള്ളമായപ്പം ഭടന്മാർ മാറിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് 1.5 മണിക്കൂറായി കുറച്ചു. ഈ മഴ വന്നത് ചിലപ്പോൾ ഇവരിങ്ങനെ വെള്ളത്തിൽ നിൽക്കുമ്പോൾ തന്നെ മഴ പെയ്യും. അപ്പോൾ അത് പിന്നെ 1.5 മണിക്കൂറായി കുഴച്ചു. മറ്റൊരു കാര്യം, പാമ്പ്, അട്ട എന്നിവയുടെ കടിയേറ്റു രോഗബാധിതരുടെ എണ്ണം കൂടി. പകർച്ചവ്യാധി ദുരിതബാധിതർ കൂടി. ദുരിതം പോലീസുകാരെയും ബാധിച്ചു. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കണം. നേരത്തെ ഇവർ സമരം ചെയ്തത് കടുത്ത വെയിലിൽ നിന്നാണ്. ഇപ്പോൾ സമരം ചെയ്യുന്നത് കടുത്ത മഴയത്താണ്. രണ്ടും സമരഭടന്മാർക്ക് ഒന്നതുപോലെ. ഇതിൻ്റെ കരയോരത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ പതുക്കെ ഇങ്ങോട്ട് കയറി. ഇവിടെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അവർക്ക് തിന്നാനൊന്നുമില്ല. ഉടൻ തന്നെ വേലൂർ മഠം അവർക്ക് തുറന്നു കൊടുത്തു. അവരവിടെ വസിക്കാനുള്ള അവസരം കൊടുത്തു. അതുമാത്രമല്ല, അവർക്ക് 2 നേരത്തെ ഭക്ഷണം, അതായത് ഒരു ദിവസം 10 ചാക്കരിയുടെ കഞ്ഞി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ തന്നെ നമുക്കതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ചോറായിട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കഞ്ഞിയും പുഴുക്കുമാണ് അവർക്ക് കൊടുത്തത്. അത് 2 നേരമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇവരുടെ ചിലവ് വർദ്ധിക്കുകയാണ്. ആരുടെ ചിലവ്? ഈ സമരഭടന്മാരുടെ ചിലവ് വർദ്ധിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു സംഭവം കൂടെ നടന്നു. പോലീസുകാർ ഇവരെ മർദ്ദിക്കാനും അടിക്കാനും കൊല്ലാനും വരുന്നവരാണ്. അവരും സന്ദർഭം കിട്ടിയപ്പോൾ ഇവിടെ തന്നെ ഒന്ന് അത്യാവശ്യം ഭക്ഷണം കഴിച്ചുകൊണ്ട് മിണ്ടാതെ അങ്ങ് പോയി. കാര്യം അവർക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വേറെ വഴികളൊന്നുമില്ല. ബോട്ടിൽ പോകണം, അല്ലെങ്കിൽ ബോട്ടിൽ പോകാൻ പറ്റില്ല, ചങ്ങാടത്തിലേ പോകാൻ പറ്റും. ഈ ചങ്ങാടത്തിൽ പോകുമ്പോഴും എങ്ങനെ സുരക്ഷിതമായിട്ട് പോകും? എവിടെ പടി കിടക്കുന്നു അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ചിലപ്പോൾ പണ്ട് ഇങ്ങനത്തെ കുറേ പടികൾ കാണും വഴിയിൽ തന്നെ. അവിടെ നിന്ന് പെട്ടെന്ന് കുത്തി വീഴില്ലേ? അതുകൊണ്ട് ഇവരും ഈ നമ്മുടെ സമരഭടന്മാരുടെ ആഹാരം കഴിച്ചു തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ സമരഭടന്മാരുടെ ചെലവ് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ഇത് കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം അന്നും അതിന് ശേഷവും, അതിനു മുമ്പും അതിന് ശേഷവും ഉണ്ടായിട്ടേയില്ല. ഇനി ദളിത് ബന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ദളിതരുടെ പങ്കാളിത്തം,
ദളിതരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. വളരെ നേരത്തെ തന്നെ ദളിതർ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തിയിരുന്നു. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണം. ഈ പലപ്പോഴും പല കാര്യങ്ങളും ഓർമ്മിക്കുക. ഈ ക്ഷേത്രപ്രവേശനം എന്ന് പറഞ്ഞ് ഈ സമരത്തിൻ്റെ പിന്നിലുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അവർ സമരം നടത്തുന്നത്. ക്ഷേത്രത്തിൽ പോകണം എന്നല്ല അവരുടെ വാശി. അവർക്ക് സഞ്ചാരം, അവർ ദൈവത്തെ പുറത്തു നിന്നായാലും കണ്ടോളാം, അതിന് അന്നത്തെ ഹിന്ദു ഇവിടെ തയ്യാറാണ്. പക്ഷെ അതിൽ പൊയ്ക്കൂടാ എന്നുള്ള ആ വാശിയല്ല. അപ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു വഴി പോകാൻ പാടില്ല എങ്കിൽ മാറിപ്പോകാം, പക്ഷെ അത് കിലോമീറ്ററുകൾ അപ്പുറത്തൂടെ പോകണം. അതുകൊണ്ടാണ് ഇവർ ഇതിൻ്റെ സമരം നടത്തിയത്. മുൻകാലത്തും ദളിതന്മാർ ഇവിടെ സമരം നടത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പഴ അതിയമാൻ വൈക്കം സത്യഗ്രഹം എന്ന പുസ്തകത്തിലേക്ക് ഉണ്ട്. പഴ അതിയമാൻ വൈക്കം സത്യഗ്രഹം. അപ്പോൾ ഇതിലൊന്ന് ശ്രദ്ധിക്കുക. സത്യഗ്രഹം ഇതിൽ ഈ സത്യാഗ്രഹം ഇതിലേതാണ് ശരി? യഥാർത്ഥ വാക്ക് സത്യഗ്രഹമാണ്. സത്യത്തെ ഉൾക്കൊള്ളുക, ഗ്രഹിക്കുക. എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അഹിംസാ മാർഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് ധർമ്മബോധത്തോടുകൂടി എത്തിച്ചേരുക. ഹിംസ പാടില്ല, അഹിംസ മാർഗത്തിൽ ഊന്നി നിൽക്കണം, ധർമ്മബോധം ഉണ്ടാകണം, അവിടേക്ക് എത്തിച്ചേരുക. ഇതാണ് സത്യഗ്രഹം. ഇത് പറഞ്ഞ് സത്യാഗ്രഹം ആക്കി. ഇന്ന് സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി. എനിക്ക് ഒരു സ്വന്തം അനുഭവം കൂടെ ഞാനിതിൽ പറയാം. ഒരിടത്ത് ശ്രീ നാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് പ്രസംഗ മത്സരം നടക്കുകയാണ്. ആ പ്രസംഗ മത്സരത്തിന് ഞാനും പങ്കെടുത്തു. വിഷയം വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വിഷയം നേരത്തെ തന്നെ അവർ പബ്ലിഷ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ വിഷയം ഒന്ന് നോക്കി. അപ്പോൾ അവിടെ ഞാൻ ആദ്യം പറഞ്ഞത് വൈക്കം സത്യഗ്രഹം. അപ്പോൾ തന്നെ ഓഡിയൻസ് എല്ലാം എനിക്കെന്തോ കുഴപ്പമുള്ളതുപോലെ നോക്കി. വീണ്ടും ഞാനത് പറഞ്ഞു. 3 ജഡ്ജിമാരുണ്ട്, 3 പേരും എന്നെ തന്നെ നോക്കുന്നു. ഞാൻ ആ നോക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് ഞാൻ വീണ്ടും വിശദീകരിച്ചു. എനിക്കിവിടെ തെറ്റിയിട്ടില്ല, സത്യഗ്രഹം എന്നതാണ് വാക്ക്. അവർ നോക്കിയതുകൊണ്ടാണ് എനിക്കങ്ങനെ പറയേണ്ടി വന്നത്. അത് ഉച്ചരിച്ച് സത്യാഗ്രഹമായതാണ്. സത്യാഗ്രഹം എന്നത് തെറ്റായ വാക്കാണ്. എന്നാൽ പല മഹാന്മാരുടെയും പുസ്തകത്തിൽ സത്യാഗ്രഹം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. പാഠപുസ്തകങ്ങളിലും സത്യാഗ്രഹം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. സത്യഗ്രഹമാണ് എന്ന് ഒന്നുകൂടെ ഉറപ്പുവരുത്തി ഈ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു. ആ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പുസ്തകം വാങ്ങുന്നത്. പഴ അതിയമാൻ്റെ പുസ്തകമാണെന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും കാര്യങ്ങൾ ഞാൻ നല്ലവണ്ണം അവതരിപ്പിച്ചു. 10 മിനിറ്റ് കൊണ്ട് സത്യഗ്രഹം എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് സെക്കൻഡേ കിട്ടിയുള്ളൂ. സത്യാഗ്രഹം എന്ന് പറഞ്ഞ കുട്ടിക്ക് ഫസ്റ്റും എനിക്ക് സെക്കൻഡും ആയിപ്പോയി. ഞാൻ വിധികർത്താക്കളോട് ചോദിച്ചു, എനിക്ക് ഫസ്റ്റ് കിട്ടാത്തത് കൊണ്ടല്ല, നിങ്ങൾ എന്തിനാണ് എന്നെ നോക്കിയത്? അപ്പോൾ വിധികർത്താക്കൾ ഇയാൾ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ സത്യാഗ്രഹം എന്നേ പറയൂ, സത്യഗ്രഹം എന്ന വാക്ക് നിലവിലില്ല. ഇത്ര തെറ്റ് പറഞ്ഞതുകൊണ്ട് തരില്ല. അപ്പോൾ കാലങ്ങൾക്ക് ശേഷം കേരള സർക്കാർ ഒരു പുസ്തകം ഇറക്കി. അതായത് ആ പുസ്തകം വൈക്കം സത്യഗ്രഹ വിജ്ഞാനകോശം. അപ്പോൾ ശരി, സത്യഗ്രഹമാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് ഇറക്കിയിട്ടുള്ളത്. വൈക്കം
സത്യഗ്രഹ വിജ്ഞാനകോശം. ഇനി അപ്പോൾ ഈ വൈക്കം സത്യാഗ്രഹത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ പുലയ സമുദായത്തിലുള്ളവർ ഇത്തിരി സമരങ്ങൾ നടത്തിയിരുന്നു. അതിനെ കുറിച്ച് ഒന്ന് രണ്ട് പുസ്തകമെന്ന് പറയുന്നത് ഞാൻ പറയാം. വൈക്കം സത്യാഗ്രഹത്തിലെ പുലയ പങ്കാളിത്തം. ഈ പുസ്തകത്തിൻ്റെ പേര് വൈക്കം സത്യാഗ്രഹം എന്നാണ്. വൈക്കം സത്യാഗ്രഹത്തിലെ പുലയ പങ്കാളിത്തം. ഇത് എൻ കെ ജോസാണ് എഴുതിയത്. കീഴാള ചരിത്ര പഠനം അതും എൻ കെ ജോസാണ് എഴുതിയിട്ടുള്ളത്. എൻ കെ ജോസിൻ്റെ ഒരു വിളിപ്പേരുണ്ട്. ആ വിളിപ്പേരാണ് ദളിത് ബന്ധു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നിലവിലുള്ള ചരിത്ര രചനയിൽ നിന്നും വ്യത്യസ്തമായി ചരിത്ര സംഭവങ്ങളെ വിശദീകരിക്കാൻ വാമൊഴി പ്രയോജനപ്പെടുത്തി. നിലവിലൊരു ചരിത്ര സംഭവമുണ്ട്. ആ ചരിത്ര സംഭവത്തെ അദ്ദേഹം അതേപോലെ എഴുതാൻ തയ്യാറായില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരുമായിട്ട് ചെന്ന് സംഭാഷണം നടത്തി അതും ഈ ചരിത്രവും പിന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയ നമുക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുമല്ലോ, അതും കൂടെ ചേർത്താണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം. അപ്പോൾ ചരിത്രത്തിനോട് ഏറ്റവും അടുത്ത് നിലനിൽക്കുന്ന തരത്തിലാണ്. വൈക്കം സത്യാഗ്രഹത്തെ മാനുഷികതയുടെ സമരത്തിൽ നിന്ന് മാറ്റി ഹൈന്ദവതയിലെടുക്കാനുള്ള ഒരു ശ്രമം ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തെ മാനുഷികതയുടെ ആ വഴിയിൽ നിന്ന് മാറ്റിയിട്ട് ഹൈന്ദവതയിൽ ഒതുക്കണം. അങ്ങനെയുള്ള ഒരു പ്രവണത അദ്ദേഹത്തിൻ്റെ ചരിത്ര രചനയിൽ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ ഗാന്ധിയുടെ സ്വഭാവം എന്താണെന്നറിയണമെങ്കിൽ ഈ രണ്ട് പുസ്തകങ്ങളും, അതായത് കീഴാള ചരിത്ര പഠനവും അതിനേക്കാളേറെ വൈക്കം സത്യാഗ്രഹത്തിലെ പുലയ പങ്കാളിത്തം എന്ന പുസ്തകം, എൻ കെ ജോസിൻ്റെ പുസ്തകം വായിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ, എം കെ ഗാന്ധിയുടെ ആ മറ്റൊരു മുഖം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ശ്രമത്തെ തുടർന്ന് അകാലിദള് പിന്മാറി. അകാലിദൾ ഞാൻ മറ്റൊരു ചരിത്രമായിട്ട് പറയുകയാണ്. പഞ്ചാബികൾ ഇവിടെ വന്നിരുന്നു. അത് ഞാൻ പിന്നാലെ വരുന്നുണ്ട്. ഈ ഗാന്ധിയുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് അകാലിദള് ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയി. ബാരിസ്റ്റർ ജോർജ് ജോസഫ് ഒരു സമയത്ത് ഓരോ നേതാക്കന്മാരെയും ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഓരോ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബാരിസ്റ്റർ ജോർജ് ജോസഫിൻ്റെ ഇതിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നു. അപ്പോഴും അതിനോട് എം കെ ഗാന്ധിക്ക് ഇഷ്ടം വന്നില്ല. അകാലിദൾ അവിടെ വന്നത് എം കെ ഗാന്ധിക്ക് ഇഷ്ടം വന്നില്ല. കുറച്ച് മുഹമ്മദീയർ, അതായത് മുസ്ലിങ്ങൾ സഹായത്തിനായി വന്നു. അതും എം കെ ഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടില്ല. ക്രിസ്ത്യാനികളുടെ സഹായം എം കെ ഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇതിലുണ്ട്. അദ്ദേഹം ഇതിനെ ഹൈന്ദവികതയിലേക്ക്, ഹൈന്ദവരുടെ പ്രശ്നമാണ്, ഹൈന്ദവർ മാത്രം ഇടപെട്ടാൽ മതി. പക്ഷേ അത് ശരിയല്ലല്ലോ. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, ഒരു പാർശ്വവൽക്കരിച്ചു, ഹരിജൻ എന്ന വാക്കുപയോഗിച്ച് പാർശ്വവൽക്കരിച്ചു. അപ്പോൾ താങ്കൾക്ക് എന്നോട് ദേഷ്യം തോന്നിയിരിക്കാം അല്ലേ? ഗാന്ധിജി അവർക്ക് ഹരിജൻ എന്ന പേര് കൊടുത്തത് നല്ലതാണെന്നായിരിക്കാം ഒരു പക്ഷേ താങ്കളുടെ മനസ്സിൽ. അപ്പം ഞാൻ പറഞ്ഞു പാർശ്വവൽക്കരിച്ചു. അത് പാർശ്വവൽക്കരണം തന്നെയാണ്. ഇവിടെയും അദ്ദേഹത്തിൻ്റെ നമ്മൾ ഒരാളിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പോകുമ്പോഴാണ് ആ വ്യക്തി പുസ്തകത്തിലൊരു രീതിയിൽ എഴുതി വെച്ചിരിക്കുക, അതേപോലെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അതായിരിക്കില്ല. ഇനി അകാലിദൾ, നമ്മൾ പലതരത്തിലുള്ള ആഹാരം കഴിച്ചിട്ടുണ്ട് അല്ലേ? പോട്ടെ, ഒരു ചോദ്യം, ചപ്പാത്തി ഇഷ്ടമുണ്ടോ? ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ചപ്പാത്തി എങ്ങനെ കിട്ടി? നമുക്ക് ഈ ആഹാര സാധനത്തിനെ കുറിച്ച് പല ഭാവങ്ങളാണ്. ഇപ്പോൾ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ
നമുക്കൊരു കാര്യം ഓർമ്മ വരും, ഇത് മുഹമ്മദീയരുടെ ആഹാരമാണ്. പക്ഷേ അത് മുഹമ്മദീയരുടെ ആഹാരമല്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഹമ്മദീയരുടെ ആഹാരമാണെങ്കിൽ അത് പണ്ട് കാലം മുതൽ തന്നെ സൗദി അറേബ്യയിൽ ഉണ്ടാവണം. അവിടെയാണല്ലോ മുഹമ്മദീയരുടെ ആദ്യ ഉത്ഭവസ്ഥാനം, സൗദി അറേബ്യയിൽ ഉണ്ടായാണ്. അരിയില്ലാത്ത നാടാണ് സൗദി അറേബ്യ. അവിടെ പിന്നെ ബിരിയാണി എങ്ങനെ ഉണ്ടാവാനാ? അപ്പോൾ ബിരിയാണി അവരുടേതല്ല. അതെങ്ങനെ ഉണ്ടായെന്ന് എൻ്റെ ഒരു അന്വേഷണത്തിൽ ഞാൻ പറയാം. അതായത് ഇവിടെ ഹിന്ദു ഭവനങ്ങളിൽ മാംസാഹാരം വയ്ക്കില്ല. അപ്പോൾ അവിടെയുള്ള ഈ ക്ഷത്രിയന്മാർ യുദ്ധത്തിന് പോകും. ക്ഷത്രിയന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ പുറത്തൊക്കെ ആണല്ലോ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ ഇവർ മാംസം ഉപയോഗിക്കും. ഇവർക്ക് ഇതിനെ പ്രത്യേകം പാകം ചെയ്യാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് പാകം ചെയ്ത് വാരി തിന്നും. അതിനുള്ള സമയമേ കിട്ടൂ. ഇങ്ങനെയാണ് ബിരിയാണി. അത് മുഗൾ ചരിത്രകാരന്മാരിവിടെ, മുഗൾ ഭരണകർത്താക്കൾ ഇവിടെ വന്നപ്പോൾ അതിൽ കുറച്ച് മണവും രാജാവിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് മണവും ചില വിശിഷ്ട വസ്തുക്കളും എല്ലാം കൂടെ ചേർത്തു. അതാണ് ബിരിയാണിയുടെ ചരിത്രം. ഇപ്പോൾ അതേപോലെ ബറോട്ടയും ഇറച്ചിയെന്ന് കേട്ടാലും പെട്ടെന്ന് മുഹമ്മദീയർ ഓർമ്മ വരും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഗോതമ്പേ അവിടെ ഇല്ല, അരിയില്ല, ഗോതമ്പില്ല, പിന്നെ എങ്ങനെ അവർ ബറോട്ട ഉണ്ടാക്കും? അതുപോട്ടെ. അപ്പോൾ ചപ്പാത്തി എന്ന കാര്യം അത് താങ്കൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ ചപ്പാത്തി എവിടെ നിന്ന് വന്നു എന്ന്. ഇത് വന്നത് അകാലികൾ ഇവിടെ കൊണ്ടുവന്നതാണ്. ഗോതമ്പിൻ്റെ സമ്പന്നമായ നാട് പഞ്ചാബ്. അവരാണ് ചപ്പാത്തിയുടെ ഉപജ്ഞാതാക്കൾ. അവർക്ക് ഈ അകാലികൾക്ക് ഇതുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതായത് നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ആ ബന്ധത്തിലേക്ക് പോകാം. 1924 മെയ് മാസം 3-ാം തീയതി നമ്മുടെ ഗോതമ്പിൻ്റെ നാട്ടിലുള്ള വെളുത്ത് സുന്ദരന്മാരായ 6 അടിയിൽ കൂടുതൽ പൊക്കമുള്ള അങ്ങേപോലെ നീണ്ട താടിയുള്ള വ്യക്തികൾ എറണാകുളത്ത് എത്തിച്ചേരുന്നു. എറണാകുളത്ത് നിന്നും ബോട്ടിൽ വൈക്കത്തേക്ക് വരികയാണ്. അവർ നീണ്ട താടി, നീണ്ട കറുത്ത കുപ്പായം, പൈജാമ സെറ്റ്, തലപ്പാവ്, കൃപാണെന്ന് വെച്ചൊരു വാള്. ഇതൊക്കെ ഒരു വലിയ വാളല്ല, ഇതവരുടെ മതപരമായ ആചാരമാണ്. അത് ധരിച്ചാണ് അവരിവിടെ വരുന്നത്. അവരുടെ വേഷവിധാനങ്ങൾ കാണാനൊക്കെ ആൾക്കാർ ഓടിയെത്തി അവരെ പരിചയപ്പെടാൻ. ആഹാരം നൽകുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അവർ വന്നപ്പോൾ തന്നെ ഗോതമ്പ് മാവുമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവരെത്ര ബുദ്ധിമുട്ടിയാണ് വന്നത്. 8 പേരുണ്ട്. അതിൽ സംഘനേതാവിൻ്റെ പേര് ലാൻ സിംഗ്. സംഘനേതാവ് ലാൻ സിംഗ് ആണ്. അവരിവിടെ വന്നു. ഈ ഭടന്മാർക്ക്, സമരഭടന്മാർക്ക്, സത്യാഗ്രഹ സമരഭടന്മാർക്ക് ആഹാരം കൊടുക്കുന്നു. എല്ലാവർക്കും ആഹാരം ഇഷ്ടപ്പെട്ടു. ആ ടേസ്റ്റ് ഒന്ന് വേറെ, ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ടേസ്റ്റ് കിട്ടുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാകും. അതുമായിട്ട് സമരഭടന്മാർ ചേരുന്നു. പക്ഷേ അവർക്ക് ജൂൺ 7-ന് മടങ്ങേണ്ടി വന്നു. മെയ്യിൽ വന്നവർക്ക് ജൂണിന് മടങ്ങേണ്ടി വന്നു. 2 മാസം ആകുന്നതിന് മുമ്പ് ഏതാണ്ട് 1 മാസത്തെ കാലാവധിയിൽ മടങ്ങേണ്ടി വന്നു. അതിന് കാരണമെന്ന് പറയുന്നത് MK ഗാന്ധിയാണ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. അപ്പോൾ അതിലേക്ക് ഈ വിവരം, അവരുടെ ലക്ഷ്യം എന്താണെന്ന് MK ഗാന്ധി സ്വയം ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം നമുക്ക് ഈ സമയത്ത്, അതായത് 1924 മെയ് 1, 6 തീയതികളിൽ യങ് ഇന്ത്യ എന്ന് പറയുന്ന ദിനപത്രത്തിലും മെയ് 20-ന് ദ ഹിന്ദു എന്ന് പറയുന്ന ദിനപത്രത്തിൽ വന്ന ലേഖനങ്ങളിൽ ഗാന്ധി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ള ആ അഭിപ്രായത്തിലെത്തരുത്. ഇവർ ഇവിടെ വന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയാണ്. ഈ ഹിന്ദുക്കളെ അങ്ങോട്ട് കൊണ്ടുപോകും എന്നാണ് MK ഗാന്ധിക്ക് ഇങ്ങനൊരു ചിന്ത വന്നതെന്നറിഞ്ഞുകൂടാ. ഈ ചിന്ത സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഹിന്ദുവിനോട് ഈ സ്നേഹം കാണിച്ചിരുന്നുവെങ്കിൽ ഹിന്ദു ഇന്ന് രക്ഷപ്പെടുമായിരുന്നു. ആ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല.
എന്നാണ് ഗാന്ധിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്, എന്തുകൊണ്ടാണ് എന്നൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഇവർ വന്നത് മതപരിവർത്തനത്തിനാണ്, അല്ല ഇത് ഹിന്ദുവിൻ്റെ ഒരു പ്രക്ഷോഭണമാണ്. ഹിന്ദുവിൻ്റെ പ്രക്ഷോഭണത്തിൽ ഹിന്ദുക്കൾ മാത്രം പങ്കെടുത്താൽ മതി. അന്യജാതിക്കാരൻ്റെ ആഹാരം കഴിക്കാൻ പാടില്ല, അത് ഹിന്ദു നിക്ഷിപ്തമാണ്. ഇത് MK ഗാന്ധി പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. പത്രത്തിലും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തീയതികളുടെ പത്രത്തിലും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അകാലികളെ മാനസികമായിട്ട് ഈ വിവരം അവരുടെ ഗുരുദ്വാരയിൽ അറിയുകയും, എന്നാലും ഗുരുദ്വാര പ്രമുഖൻ പറഞ്ഞു, നിങ്ങളവിടെ പിടിച്ചു നിൽക്കുക, നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, നമ്മുടെ ഗുരുദ്വാരയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആഹാരം വിതരണം ചെയ്യുകയാണ്, ആ പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കുക. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള സംഭാഷണങ്ങൾ ഇവർ പറഞ്ഞു കഴിഞ്ഞു. ഗാന്ധിയും ഗാന്ധിയുടെ ചില അനുയായികളും. ഗാന്ധി പറയുമ്പോൾ ചില അനുയായികളുണ്ട്. അനുയായി എന്ന് പറയുന്നത് ഭാരതീയ മഹാജനസഭ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചില വ്യക്തികൾ തന്നെയാണ് പറഞ്ഞപ്പോൾ ഈ ആകാശശാലിയിലേക്ക് ആരും പോകാതെയായി. അങ്ങനെ ജൂൺ മാസം 7-ാം തീയതി ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരം വഴി അവർ അവരുടെ സ്വദേശമായ പഞ്ചാബിലേക്ക് പോയി. കുറച്ച് ദിവസങ്ങളെ അവർ ആഹാരം കൊടുത്തുവെങ്കിലും ആ സമരഭടന്മാർ മരിക്കുവോളം ആഹാരത്തിൻ്റെ രുചി ഓർക്കുന്നുണ്ട്. ഈ സമരത്തിൽ അവരുടെ പങ്ക് വലുതാണ്. കാര്യം അവിടെ നിന്നേ മാവ് കൊണ്ടുവന്ന് എല്ലാ ചിലവും അവരാണ് വഹിച്ചത്, ഇവിടെ കൊണ്ടുവന്ന് നടത്തുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏതാണ്ട് 1.25 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. എന്നാലും ബഹുമാന്യ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ എൻ്റേതായ രീതിയിൽ നടത്തിയിട്ടുണ്ട്. അത് ഏത് പുസ്തകത്തിൽ നിന്ന് കിട്ടി, ആ പുസ്തകത്തിൻ്റെ രചയിതാവാര് എന്നൊക്കെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ലേഖനങ്ങളോ ഈ പുസ്തകങ്ങളോ വായിച്ചതിന് ശേഷം മാത്രമാണ് അത് എനിക്ക് അങ്ങനെ പറഞ്ഞു എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളൂ. ബഹുമാന്യരായ ശ്രോതാക്കളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഏതൊരു ചരിത്രവും ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയാൽ അതേപടി സ്വായത്തമാക്കാതെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യങ്ങൾ അപ്പടി ഉൾക്കൊള്ളാതെ വീണ്ടും അന്വേഷിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് എത്തണം എന്ന് മഹാത്മാക്കളായ ശ്രോതാക്കളോട് പറഞ്ഞുകൊണ്ട് ഇന്ന് വിരമിക്കുന്നു. നമസ്കാരം.